യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. For our meditation, let us turn to 2 Timothy 3rd chapter verses 1 to 5. നമ്മുടെ ധ്യാനത്തിനായി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. This know also that in the last days perilous times shall come, for men shall be lovers of their own selves, covetous, boasters, proud, blasphemous, disobedient to parents, unthankful, unholy, without natural affection, truce breakers, false accusers, incontinent, fierce, despisers of those that are good, traitors, heady, high-minded, lovers of pleasures more than lovers of God, having a form of godliness but denying the power thereof. From such turn away. Praise the Lord. ദൈവത്തിന് സ്തോത്രം. From yesterday we are studying on the subject, the signs of the law of this secret coming. കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിന്റെ അടയാളങ്ങളെ കുറിച്ച് ഇന്നലെ തുടങ്ങി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. During the time of the apostles, they believed that Christ would come in their own time. അപ്പോസ്തലന്മാരുടെ കാലത്തിൽ തങ്ങളുടെ ആ നാളുകളിൽ തന്നെ ക്രിസ്തു വരും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. But most of the signs of the last days were not fulfilled in that particular time. എങ്കിലും ആ കാലത്തിൽ കർത്താവ് അരുളി ചെയ്ത തന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ അധികവും നിവൃത്തിയായിരുന്നില്ല. But by God's grace we are able to see almost all the signs are being fulfilled before our own eyes. എന്നാൽ ദൈവകൃപയാൽ നമ്മുടെ സ്വന്തം കണ്ണുകൾക്ക് മുൻപാകെ ആ അടയാളങ്ങളിലും ലക്ഷണങ്ങളിലും ഭൂരിപക്ഷവും നിറവേറി കഴിഞ്ഞിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. As I told you yesterday, there was an SMS message on July 31st. They started to rebuild the temple in Jerusalem. ജൂലൈ മാസം 31-ാം തീയതി അവർ യെരൂശലേമിൽ ഒരു ദൈവാലയത്തിന്റെ പണി വീണ്ടും ആരംഭിച്ചുവെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എനിക്കൊരു SMS സന്ദേശം അങ്ങനെ ലഭിച്ചിരുന്നു. This can be a true message or a false, but anyhow something is going to happen very soon. ഈ ദൂത് സത്യമോ ഭോഷ്കോ എന്ന് നാം അറിയുന്നില്ല. എങ്കിലും ഒന്ന് സത്യം, അതിവേഗം അത് സംഭവിക്കുവാൻ പോകുന്നു. So we must know the signs of the last days. ആകയാൽ അന്ത്യനാളുകളുടെ അടയാളങ്ങൾ എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കണം. So we divide the subject in 4 parts. അതുകൊണ്ട് നാം ഈ വിഷയത്തെ 4 ഭാഗങ്ങളായി തിരിച്ചു. First of all, is the secret coming is a doctrine of the Lord or a doctrine of a particular church or a group. ഒന്ന്, കർത്താവിന്റെ രഹസ്യ വരവ് കർത്താവ് നൽകിയ ഒരു ഉപദേശം തന്നെയോ അതോ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം ജനങ്ങൾ തട്ടിക്കൂട്ടിയ കഥയോ? If it is a teaching by a particular group, then we need not be worried about it. ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടം ആളുകൾ പഠിപ്പിക്കുന്നത് മാത്രമാകുന്നു അതോ എങ്കിൽ നാം അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടുന്ന കാര്യമില്ല. But if it is a doctrine of the Lord, then nobody can escape it. എന്നാൽ അത് കർത്താവ് നൽകിയ ഉപദേശം തന്നെയാകുന്നെങ്കിൽ ആർക്കും അതിനെ തെറ്റി ഒഴിയുവാൻ സാധ്യമല്ല. And in the early Christians or the church members, all the time they waited for the coming of the Lord. മുൻകാലങ്ങളിൽ ആദിമ സഭയും ആദിമ ക്രിസ്ത്യാനികളും സദാസമയവും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. Why they were waiting so anxiously for the coming of the Lord? കർത്താവിന്റെ വരവിന് വേണ്ടി അത്രയ്ക്കും ആകാംക്ഷയോട് കൂടെ അവർ അങ്ങനെ കാത്തിരിക്കുവാൻ കാരണം എന്തായിരുന്നു? So we saw yesterday that the coming of the Lord is a doctrine, and the early church members waited because they went through a particular type of suffering. കർത്താവിന്റെ വരവ് എന്നത് ഒരു ഉപദേശം തന്നെയാകുന്നുവെന്നും ആദിമ സഭയിലെ ക്രൈസ്തവർ അതികഠിനമായ പീഡകളിൽ കൂടെ കടന്നുപോയതുകൊണ്ട് അവർ കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ സദാ കാത്തിരുന്നു എന്നും ഇന്നലെ നാം കണ്ടു. It's like a man walking in the hot sun
longing when I will go under a shade. എനിക്ക് എപ്പോഴാകും ഒരു തണൽ കണ്ടെത്തുവാൻ കഴിയുക എന്ന് കടുത്ത വെയിലിൽ ദീർഘസമയം നടക്കുന്ന ഒരു വ്യക്തി വാഞ്ചിക്കുന്ന അനുഭവം ആയിരുന്നു അന്ന് അവർക്കുണ്ടായിരുന്നത്. So they were going through the hard suffering, and that's why they were longing when the Lord will come again. കഠിനമായ കഷ്ടതയിൽ കൂടെ അന്ന് അവർ കടന്നുപോയി. അതുകൊണ്ട് തന്നെ എപ്പോൾ യേശു വരും എന്ന് അവർ അതിനായി ആവലോടെ കാത്തിരിക്കുകയും ചെയ്തു. But we in this present age, we wait for the coming of the Lord, but if we live a luxurious life, I don't think that we will be able to get ready for the coming of the Lord. എന്നാൽ ഇന്നത്തെ വർത്തമാന കാലത്തിൽ നാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സത്യം. എന്നാൽ ആഡംബരമായ സുഖലോലുപമായ ജീവിതം നാം നയിക്കുന്നെങ്കിൽ ആ വരവിൽ നാം കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. We saw the sin of the rich man. He was a rich man. He did not commit murder. He did not break the seventh commandment. ഇന്നലെ ധനവാനായ മനുഷ്യന്റെ പാപം എന്ത് എന്ന് നാം കണ്ടു. അവനൊരു ധനവാനായിരുന്നു. അവൻ കുലപാതകം ചെയ്തില്ല. അവൻ ഏഴാം കൽപ്പന ലംഘിച്ചതുമില്ല. He was in one way right, outwardly nothing wrong said about it. ഒരു രീതിയിൽ നോക്കിയാൽ പുറമെ തെറ്റായ ഒന്നും തന്നെ തങ്ങൾ കണ്ടെത്തുവാൻ ഉണ്ടായിരുന്നില്ല. But he dressed so gorgeously and ate sumptuously and lived a very luxurious life. എന്നാൽ അവനോ ധൂമ്രവസ്ത്രവും പട്ടും ധരിക്കുകയും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയും ആഡംബരപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്തു പോന്നു. And his place was in hell. അവന്റെ സ്ഥലം നരകത്തിലും ആയിരുന്നു. Lazarus suffered, but he was in the bosom of Abraham. ലാസർ കഷ്ടം സഹിച്ചു, അബ്രഹാമിന്റെ മടിയിൽ എത്തിച്ചേരുകയും ചെയ്തു. Dear brothers, dear sisters, we may know the doctrine of the secret coming, but if we live a luxurious life, it is not possible to get ready for that. ആകയാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, കർത്താവിന്റെ രഹസ്യ വരവിനെ കുറിച്ചുള്ള ഉപദേശം നമുക്ക് അറിയാമായിരിക്കാം. എന്നാൽ അത് അറിയുന്ന വേളയിൽ തന്നെ തികച്ചും സുഖലോലുപമായി നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് അവന്റെ വരവിൽ കാണപ്പെടുവാൻ കഴിയുകയില്ല. Today we go to the second part of that message. ഇന്ന് നാം ഈ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. There are certain signs which are very relevant in our own age now. നമ്മുടെ ഈ കാലത്തിൽ തന്നെ വളരെ സ്പഷ്ടമായി വെളിപ്പെട്ടു വരുന്ന ചില അടയാളങ്ങൾ ഉണ്ട്. And among them, that one particular sign is very openly we can see, yes, this is a sign. ആ അടയാളങ്ങൾക്കിടയിൽ വെച്ച് പ്രത്യേകിച്ച് ഒന്നിനെ വളരെ പരസ്യമായി ബഹിരംഗമായി തന്നെ നമുക്ക് ഏവർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നു. അതെ, ഇത് യേശുവിന്റെ വരവിന് അടയാളം തന്നെയാകുന്നു. So today we will meditate on that. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. Tomorrow will be the real study where we will study what are the signs which are already fulfilled of the last days. അന്ത്യനാളുകളെ കുറിച്ച് പറയപ്പെട്ട അടയാളങ്ങളിൽ നിറവേറി കഴിഞ്ഞിരിക്കുന്നവ എന്തെന്ന് നാം നാളെ ആകും ഏറെക്കുറെ മിക്കവാറും എല്ലാവற்றைയും പഠിക്കുക. Prophetically there are certain signs. പ്രവചനപരമായി 7 അടയാളങ്ങൾ ഉണ്ട്. Politically there are certain signs. രാഷ്ട്രീയപരമായും ചില അടയാളങ്ങൾ ഉണ്ട്. And church way, that means not in our church, all over the churches, that one particular sign to be fulfilled. സഭകളെ ഒന്നായി ചേർത്ത് പരിഗണിച്ച് നോക്കിയാലും സഭകൾക്കിടയിലും നിറവേറപ്പെടേണ്ടുന്ന ഒരു അടയാളം ഉണ്ട്. And there are signs that are negative, bringing negative results. വിപരീതമായ ഫലങ്ങളെ ഉളവാക്കുന്ന അടയാളങ്ങളും ഉണ്ട്. And there are signs which bring positive results. അതേ സമയത്തിൽ ശുഭകരമായ അനുകൂല ലക്ഷണങ്ങൾ ഫലങ്ങൾ വിളവാക്കുന്ന അടയാളങ്ങളും കൂടെ ഉണ്ട്. If you attend that study tomorrow, you will understand how almost all the signs are already fulfilled. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ എങ്ങനെ ഏകദേശം എല്ലാം ഈ നാളുകളിൽ നിറവേറി കഴിഞ്ഞിരിക്കുന്നുവെന്ന് നാളത്തെ വേദപാഠത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And the last day we will study how to get ready for his secret coming. അവസാനത്തെ ദിവസം എങ്ങനെ കർത്താവിന്റെ രഹസ്യ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. So today we took the text from 2 Timothy 3rd chapter verses 1 to 5. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം ഇന്ന് കുറിവാക്യമായി വായിച്ചു കേട്ടു. There are about 19 points are there. ഇവിടെ 19 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. And first of all, when you look at the points, or when I look at the signs that day, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അടയാളങ്ങൾ നാം ഒരു പ്രാഥമിക വീക്ഷണത്തിൽ പരിഗണിച്ചാൽ some of the signs we are already seeing in the world today. ചില അടയാളങ്ങൾ ഇന്നത്തെ ലോകത്തിൽ നാം നേരത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവയാകുന്നു. And some
other signs may be in your own life. ചില അടയാളങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിതങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കും. We need not go elsewhere. We can see those signs are in our own life. ആ അടയാളങ്ങൾ തേടി മറ്റെവിടേക്കും പോകേണ്ടുന്ന കാര്യമില്ല. സ്വന്തം ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി അവയെ കണ്ടെത്താം. And one sign is already all our Christian churches, we can see that sign is being fulfilled. അതിൽ ഒരു പ്രത്യേക അടയാളം ഏറെക്കുറെ എല്ലാ ക്രൈസ്തവ സഭകളിലും നിറവേറി കഴിഞ്ഞിരിക്കുന്നതാകുന്നു. First of all, lovers of themselves. ഒന്ന്, അവർ സ്വസ്നേഹികളാകുന്നു. As I am going on telling that sign, you examine whether this sign is applicable in your own life. ഞാൻ ഈ അടയാളത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം ജീവിതങ്ങളിൽ ഇത് പ്രാവർത്തികമായി കഴിഞ്ഞുവോ എന്ന് ആത്മപരിശോധന ചെയ്തുകൊള്ളുവിൻ. If you are a lover of your own self, you are entering into the last day sign like that. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞിരിക്കുന്നെങ്കിൽ അന്ത്യനാളുകളുടെ അടയാളങ്ങൾക്കകത്തേക്ക് നിങ്ങളും പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. So if you have to get ready for the coming of the Lord, ആകയാൽ കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ, and if you have the love for your own self, it is impossible for you to get ready. അതേ വേളയിൽ നിങ്ങൾ ഒരു സ്വസ്നേഹിയായ വ്യക്തിയും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന്റെ വരവിന് ഒരുങ്ങുന്നത് അസാധ്യം തന്നെയാകുന്നു. Next is covetous. When you are a person after money and the things of the world. രണ്ട്, ദ്രവ്യാഗ്രഹികൾ. നിങ്ങൾ ധനമോഹവും ലോകത്തിലെ മറ്റു വകകൾക്ക് പിന്നാലെ വാഞ്ചിക്കുന്നവരുമാകുന്നെങ്കിൽ, This is one of the saddest sign in most of the Pentecostal churches. അധികം പെന്തക്കോസ്ത് സഭകളെയും പിടികൂടിയിരിക്കുന്ന തികച്ചും ഖേദകരമായ ഒരു അടയാളം ഇതാകുന്നു. Because generally we don't have money to spend on cinema and jewelry and all other things. സിനിമ കാണുവാൻ, ആഭരണങ്ങൾ വാങ്ങുവാൻ, ചിലവാക്കുവാനായി അധികവും നാം പണം ആവശ്യപ്പെടുന്നില്ല. We don't want to spend a lot of money on what you call attractive clothes. മറ്റു ആകർഷണീയമായ വേഷവിധാനങ്ങൾക്കായും നാം അധികം പണം ചിലവാക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. But we want to have money so that we might build a very good house, build beautiful houses. എന്നാൽ അതേ സമയത്തിൽ വളരെ മനോഹരമായ, വളരെ വലുതായ വിശാല ഭവനങ്ങളെ പണിവാൻ അധിക ധനം ചിലവഴിക്കുവാൻ നാം We താല്പര്യപ്പെടുന്നു. want to buy a car with a great latest model. തികച്ചും അത്യാധുനികമായ മോഡലുകളിൽ കാർ വാങ്ങുവാനുള്ള അഭിവാഞ്ച ഉണ്ട്. So naturally you want to have more money. ആകയാൽ ഇതിനെല്ലാത്തിനും സ്വതവേ നമുക്ക് അധികമായ ധനം ആവശ്യമായി വരുന്നു. So if you are a person have a desire to earn more money, little be watchful. ആകയാൽ അധികം ധനം സമ്പാദിക്കണമെന്ന ആകാംക്ഷ, വാഞ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി ജാഗരൂകരായിരുന്നു കൊള്ളുക. Next is boasting. അടുത്തതായി വമ്പ് പറയുന്നവർ. Yesterday I told you boasting is a one form of lie. ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ, വമ്പ് പറയുന്നത് ഒരു തരം ഭോഷ്കിന്റെ രൂപമാകുന്നു. And most of the business people say, without boasting, without telling something which is not true, we cannot sell our product. വ്യാപാരികളായവർ അധികം പേരും പറയുന്നത് ഇപ്രകാരം എന്തെങ്കിലും ഒന്ന് വമ്പായി, പ്രശംസയായി, പുകഴ്ചയായി പറഞ്ഞ് അല്പമെങ്കിലും ഒരു കള്ളം പറയാതെ ഇരുന്നാൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റു പോവുകയില്ല എന്നാകുന്നു. Suppose if a product is only last for 3 months. ഉദാഹരണമായി നിങ്ങളുടെ ഉൽപ്പന്നത്തിന് തികച്ചും 3 മാസത്തെ കാലദൈർഘ്യമേ ഉള്ളൂ എന്ന് കരുതുക. You will say 1 year guarantee or 2 year guarantee. നിങ്ങൾ പറയും ഈ ഉൽപ്പന്നത്തിന് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഗ്യാരണ്ടി ഉണ്ട്. But when you buy, the people who buy it, within 3 months they will see it is not a real product. ജനങ്ങൾ അത് വിശ്വസിച്ചത് വാങ്ങും. 3 മാസങ്ങൾക്കകം അതൊരു യഥാർത്ഥ ഉൽപ്പന്നമല്ല എന്നവർ മനസ്സിലാക്കുകയും ചെയ്യും. Sometimes you may boast about your education, about your wealth, about your status and so many other things. ചിലപ്പോഴെല്ലാം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച്, നിങ്ങളുടെ അന്തസ്സിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രശംസിക്കുന്നു. Be very careful. വളരെ ശ്രദ്ധ വെച്ചുകൊള്ളുക. And if you are a proud person, remember it is very difficult for you to get ready for the coming of the Lord. നിങ്ങൾ ഒരു നെഗളിയായ വ്യക്തിയാകുന്നെങ്കിൽ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടാകുമെന്നുള്ള വസ്തുതയും ഓർത്തുകൊള്ളുക. Somebody asked Pastor Paul, what is the first step to go to Zion? പാസ്റ്റർ പോളിനോട് ആരോ ചോദിച്ചു അത്രേ, പാസ്റ്റർ സ്വർഗത്തിലേക്കുള്ള ഒന്നാമത്തെ പടി ഏതാകുന്നു? He said humility. അദ്ദേഹം പറഞ്ഞു താഴ്മ. Second, what is the second step? രണ്ടാമത്തെ പടി എന്ത്? Humility. അതും താഴ്മ. What is the third step? മൂന്നാമത്തെ പടിയും എന്ത്? Humility. താഴ്മ. People could not understand why he told like that. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. He says if we go on to one step
to go to Zion is humility, humility, humility. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സിയോനിലേക്ക് പോകുവാൻ നിങ്ങൾ വാഞ്ചിക്കുന്നെങ്കിൽ അതിനുള്ള പടികൾ ആകെ താഴ്മ 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 എന്നതാകുന്നു. So dear brother, dear sister, if there is pride in your life, remember one of the signs of the last days happening in your own life. ആകയാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിഗളം കടന്നിരിക്കുന്നെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, അന്ത്യനാളുകളുടെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. Other sign is more prevalent in most of our Pentecostal families. മറ്റൊരു അടയാളം ഏകദേശം ഏറെക്കുറെ എല്ലാ പെന്തക്കോസ്ത് കുടുംബങ്ങളിലും കാണപ്പെടുന്ന ഒന്നാകുന്നു. Most of our children are becoming disobedient to parents. നമ്മുടെ മക്കളിൽ ഭൂരിപക്ഷം പേരും മാതാപിതാക്കളോട് അനുസരണക്കേടുള്ളവരായി മാറുന്നു. I don't know about here, but in Bombay, in Calcutta, and so many other centers, parents complain, Pastor, we are coming, but our children are not really going forward in the spiritual life. ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ബോംബെ, ഡൽഹി, കൽക്കട്ട പലയിടങ്ങളിലും മാതാപിതാക്കൾ ഞങ്ങളെ സമീപിച്ച് പറയുന്നു, പാസ്റ്റർ, ഞങ്ങൾ പോകുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ മക്കൾ അവർ ഞങ്ങളെ അനുഗമിച്ച് ഞങ്ങളോടുകൂടെ വരുന്നവരല്ല. So dear child of God, if you are disobedient to your own parents, remember it's not possible for you to get ready for the coming of the Lord. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഒന്ന് ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്ന കുഞ്ഞുങ്ങളാകുന്നെങ്കിൽ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ നിങ്ങൾക്കും സാധ്യമാവുകയില്ല. How clearly Paul was able to give all these signs about 2000 years ago. 2000 വർഷങ്ങൾക്ക് മുൻപേ പൗലോസ് അപ്പോസ്തലന് എത്ര സ്പഷ്ടമായി വിവിധ അടയാളങ്ങളെല്ലാം ചേർത്ത് പറയുവാൻ കഴിഞ്ഞിരിക്കുന്നു. So if a child is disobedient to his father or mother, that child must rededicate his life. ആകയാൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മാതാവിനോട് പിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന മക്കളായി വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ തങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടിയിരിക്കുന്നു. The next sign is unthankful. അതിനടുത്തതായി നന്ദിയില്ലാത്തവരായി മാറുന്നു. This is mostly we see it most of the church members and the servants of God. അധികം സഭാ അംഗങ്ങളിലും ദൈവ ശുശ്രൂഷകർക്കിടയിലും നാം ഈ അനുഭവത്തെ കാണുന്നു. Early days when we came to the presence of God, we began to thank God, praise God for all the good things He had done in our lives. ആദ്യ നാളുകളിൽ ദൈവസന്നിധിയിൽ വരുമ്പോഴേ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നാം അധികമായി കർത്താവിനെ സ്തുതിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. But now as the time goes by, എന്നാൽ ഇപ്പോഴോ കാലങ്ങൾ കടന്നു പോകും തോറും we lose that spirit of thanking or gratitude. ആ നന്ദിയുള്ള കൃതജ്ഞതയുടെ അനുഭവം നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. So examine your own life. We have lost that spirit of gratitude. Remember, one of the signs is in your own life. ആകയാൽ സ്വന്തം ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കുവിൻ. നന്ദി പറയുന്ന അനുഭവം നിങ്ങൾക്ക് നഷ്ടമായി പോയി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞ വ്യക്തിയാകുന്നു. The next is unforgiving. You are unable to forgive others. അടുത്തതായി ക്ഷമിക്കുവാൻ കഴിവില്ലാത്തവർ, മറ്റുള്ളവരോട് അവർക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. Sometimes for years together you continue without forgiving others. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ വർഷങ്ങൾ തന്നെ നാം കടത്തി വിട്ടുകളയുന്നു. And sometimes you may forgive but you never forget what you have done. ചിലപ്പോൾ ഒരുപക്ഷെ അവരോട് ക്ഷമിച്ചെന്ന് വന്നേക്കാം, എങ്കിലും അവർ ചെയ്തത് മറക്കുവാൻ കഴിയുന്നില്ല. Unforgiving nature is one of the serious nature. It will not help you to get ready for the coming of the Lord. ക്ഷമിക്കുവാൻ കഴിവില്ലാത്ത സ്വഭാവം ഇത് തികച്ചും ഗുരുതരമായ ഒരു സ്വഭാവം തന്നെയാകുന്നു. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്നതിൽ നിന്നും ഈ സ്വഭാവം നിങ്ങളെ അധികമായി തടയുന്നു. The other two characters, that is unholy and kind of living a low sexual life. ഇനിയുള്ളത് രണ്ട് സ്വഭാവങ്ങൾ. അവർ അശുദ്ധരാകുന്നു, തികച്ചും താണതായ ഒരു സാൻമാർഗികമായ ജീവിതം നയിക്കുന്നവരായി തീരുന്നു. In India, they were not very much encouraging men and men or women and women to live together. ഇന്ത്യയിൽ നാം പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ തമ്മിലും അവർ ചേർന്ന് ജീവിക്കുന്നതിനെ അധികമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. They only encourage the marriage. ഇവിടെ നാം വിവാഹങ്ങൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. But today all over the world, or even among Christians, they encourage men and men, women and women. എന്നാൽ ഇന്ന് നാം സർവ്വലോകത്തിലേക്കും നോക്കിയാലും ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും സുവർഗ വിവാഹങ്ങളെ അധികം അനുവദിക്കുന്ന അനുഭവത്തെ നാം കണ്ടെത്തുന്നു. And sorry to say, even government is giving permission.
ഭരണകൂടം പോലും ഇതിന് അനുവാദം നൽകുന്നെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. This is one of the important signs which is being fulfilled in our own time. നമ്മുടെ ഈ നാളുകളിൽ തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം ഇതാകുന്നു. In Canada, you cannot read out a Bible verse which will affect this homosexual life. കാനഡയിൽ ചെന്ന് നോക്കിയാൽ ഇപ്രകാരം സ്വവർഗ അനുരാഗത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു വേദപുസ്തക വചനത്തെ നിങ്ങൾക്ക് അവിടെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുവാൻ പോലും സാധ്യമല്ല. You may not talk openly, but if you read the scripture itself, they will charge you. നിങ്ങൾ ഒരുപക്ഷെ പരസ്യമായിട്ട് അത് തുറന്ന് പറയത്തില്ലായിരിക്കാം, എന്നാൽ അതിനെ ഉന്നം വെച്ച് ഏതെങ്കിലും ഒരു തിരുവെഴുത്തുകൾ വായിച്ചാൽ മതി, അവർ നിങ്ങളെ ശിക്ഷിക്കുന്നു. Next is truce breaker. That is, you make a covenant, but you break it very easily. അടുത്തതായി അവർ സത്യത്തെ ലംഘിക്കുന്നവരാകുന്നു. അതായത് ഒരു ഉടമ്പടി, ഒരു നിയമം ചെയ്യുന്നു, എന്നാൽ വളരെ അനായാസമായി ചെയ്ത നിയമത്തെ തകർക്കുകയും ചെയ്യുന്നു. For example, when you want to money as a loan, ഉദാഹരണമായി നിങ്ങൾക്ക് ഒരു ലോണായി അല്പം പണം ആവശ്യമുണ്ടെങ്കിൽ, but 2 lakhs or 3 lakhs, you say within about 6 months I will pay it back. 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ പറയുന്നു 3 മാസങ്ങൾക്കകം അല്ലെങ്കിൽ 6 മാസങ്ങൾക്കകം ഞാൻ ഇത്രയും പണം തന്നു തീർത്തുകൊള്ളാം. Since you are a believer, other person also believes, and without any written document, sometimes they give the money. നിങ്ങൾ ഒരു വിശ്വാസി ആയിരിക്കുന്നത് കൊണ്ട് മറ്റേയാളും നിങ്ങളെ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു രേഖയും കൂടാതെ അവർ നിങ്ങൾക്ക് പണം നൽകുകയും ചെയ്യുന്നു. Many a time, many people break the promises. എന്നാൽ എത്രയോ പ്രാവശ്യം എത്രയോ ആളുകൾ തങ്ങൾ ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നു. Dear brother, dear sister, these signs are already in the world. പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, ഈ അടയാളങ്ങൾ നേരത്തെ തന്നെ ലോകത്തിനുണ്ട്. But these signs are in our midst also. നമ്മുടെ നടുവിലും ഇവയെ കണ്ടെത്താം. So that's why when you are going on listening, see that these signs are not being fulfilled in your own life. അതുകൊണ്ടാകുന്നു ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിലും ഇതെല്ലാം ഉണ്ടോ എന്ന് നിങ്ങളെ ആരാഞ്ഞ് കണ്ടെത്തുവിൻ. Next is false accusers. അടുത്തതായി കുറ്റം പറയുന്നവർ. That is, without any reason you accuse a brother. യാതൊരു കാരണവും കൂടാതെ സഹോദരങ്ങളെ കുറ്റം വിധിക്കുന്നു. That is one of the things everywhere prevalent. എവിടെ നോക്കിയാലും പ്രബലമായി കാണപ്പെടുന്ന ഒരു സ്വഭാവം ഇതാകുന്നു. You just give a report, a wrong report to people. വെറുതെ തെറ്റായിട്ട് എന്തെങ്കിലും ഒരു കാരണം ആളുകൾക്ക് നേരെ എഴുതി കാണിക്കുന്നു. Once in a particular our faith home, ഒരിക്കൽ നമ്മുടെ ഒരു പ്രത്യേക വിശ്വാസ ഭവനത്തിൽ the communion service, the Lord's table was about to start. തിരുവത്താഴ് ആരാധന ആരംഭിക്കുവാൻ സമയമായി കഴിഞ്ഞിരുന്നു. The leading church member came and told the pastor. അപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സഭാ അംഗം മുന്നോട്ട് കടന്നു വന്ന പാസ്റ്ററിനോട് പറഞ്ഞു, Pastor, if you allow this particular believer to take part in the communion, I will not take part. പാസ്റ്റർ, ഈ പ്രത്യേക വ്യക്തിയെ തിരുവത്താഴം സ്വീകരിക്കുവാൻ അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ ഈ തിരുവത്താഴം സ്വീകരിക്കുകയില്ല. Then he asked, what is the reason? അദ്ദേഹം ചോദിച്ചു, കാരണം എന്താണ്? I myself saw that he was coming out of the toddy shop. ആ കള്ളു ഷോപ്പിൽ നിന്നും ആ വ്യക്തി പുറത്തു വരുന്നത് എന്റെ കണ്ണുകളാൽ ഞാൻ കണ്ടിരിക്കുന്നു. And the pastor could not do anything. പാസ്റ്റർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. He told the believer, please wait, afterwards we will inquire and settle it. അദ്ദേഹം ആ വിശ്വാസിയോട് പറഞ്ഞു, അല്പം ഒന്ന് കാത്തിരിക്കുക, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പിന്നീട് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊള്ളാം. After the Lord's table, he asked, brother, why you went to a toddy shop? തിരുവത്താഴം കഴിഞ്ഞതിനു ശേഷം ആ സഹോദരനെ വിളിച്ച് പാസ്റ്റർ ചോദിച്ചു, സഹോദര, നിങ്ങൾ എന്തിനാണ് കള്ളു ഷോപ്പിലേക്ക് പോയത്? Pastor, my business is selling curd. പാസ്റ്റർ, എന്റെ വ്യാപാരം തൈർ കച്ചവടമാകുന്നു. One day while I was selling curd, one person gave 100 rupee note. ഒരു ദിവസം ഞാൻ തൈര് വിറ്റുകൊണ്ടിരിക്കവേ ഒരു വ്യക്തി ഒരു 100 രൂപയുടെ നോട്ട് എന്റെ കയ്യിൽ തന്നു. I didn't have change. എനിക്ക് ചില്ലറ മടക്കി കൊടുക്കുവാൻ കയ്യിലുണ്ടായിരുന്നില്ല. I went to different shops, but they could not give the. ഞാൻ അടുത്തുള്ള പല കടകളിൽ പോയെങ്കിലും അവരും എനിക്ക് ചില്ലറ തന്നില്ല. So I saw a toddy shop. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കള്ളു ഷോപ്പ് കണ്ടു. Went into the toddy shop and they gave the change and I was coming out. ഞാൻ കള്ളു ഷോപ്പിനകത്ത് പോയി 100 രൂപ നോട്ട് കൊടുത്തു, അവർ എനിക്ക് ചില്ലറ തന്നു, ഞാൻ മടങ്ങി വന്നു. That's all. അത്രയേ ഉള്ളൂ. See what a accusation. എത്ര വലിയൊരു അപരാധമെന്ന് കാണുക. Just remember how many times we ourselves have accused our own brother, our own sisters. നമ്മുടെ സ്വന്തം സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം സഹോദരിമാരെ എത്ര പ്രാവശ്യം നാം തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. During John Wesley's time, ജോൺ വെസ്ലിയുടെ നാളുകളിൽ if any believer
accuses other believer, ഏതെങ്കിലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് നേരെ കുറ്റം ആരോപിച്ചാൽ that believer will be excommunicated. ആ വിശ്വാസിയെ സഭയിൽ നിന്നും പുറത്താക്കി കളയുമായിരുന്നു. During Pastor Paul's time, പാസ്റ്റർ പോളിന്റെ കാലത്തിൽ he will never allow anybody to come and make a false report about somebody to him. ആരെ കുറിച്ചെങ്കിലും മറ്റാരെങ്കിലും തന്റെ അടുക്കൽ വന്ന് ഒരു തെറ്റായ വാർത്ത പറയുവാൻ അദ്ദേഹം ഒരിക്കലും ഇടം കൊടുക്കുമായിരുന്നില്ല. He will only say, mother, brother, why are you coming and disturbing? Go and pray for that particular person 1 hour and come back to me. അദ്ദേഹം ആ വന്ന വ്യക്തിയോട് പറയും, സഹോദര സഹോദരി, നിങ്ങൾ എന്തിനിങ്ങനെ വെറുതെ ശല്യം ഉണ്ടാക്കുന്നു? ദയവായി ചെന്ന് ആ പ്രത്യേക വ്യക്തിക്ക് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് എന്നെ സമീപിക്കുക. After 1 hour prayer, there is nothing to tell about it. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ച് പറയുവാൻ ഒന്നും അവർക്കുണ്ടാവുകയില്ല. So dear children of God, ആകയാൽ പ്രിയ ദൈവമക്കളെ, if there is a habit of false accusation, ഏതെങ്കിലും തെറ്റായി കുറ്റം വിധിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ remember, it's not possible to get ready for the coming of the Lord. ഓർത്തുകൊള്ളുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സാധ്യമല്ല. This is one of the fault in many churches we find. നാം അനേക സഭകളിലും കണ്ടെത്തുന്ന ഒരു വലിയ തെറ്റാകുന്നു ഇത്. Then incontinent, that is not control, no self control. അടുത്തതായി അജിതേന്ദ്രന്മാർ, ഇവർക്ക് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു. Then in English the word fierce is used. അടുത്തതായി ഇംഗ്ലീഷിൽ ഉഗ്രന്മാർ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. That is in some places husbands beat the wife, and there are occasions where the wives also beat their husband. ചിലയിടങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുന്നു, മറ്റു ചിലയിടങ്ങളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ തല്ലുന്നതുമുണ്ട്. You may wonder, will it happen like that? അങ്ങനെ സംഭവിക്കുമോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ അതിശയിച്ചേക്കാം. But it's happening in many places. എന്നാലും പലയിടങ്ങളിലും അതുണ്ടാവുക തന്നെ ചെയ്യുന്നു. It's happening in the world, and it is happening in our midst also. അത് ലോകത്തിൽ സംഭവിക്കുന്നു, അപൂർവമായിട്ടെങ്കിലും നമ്മുടെ ഇടയിലും ഇതുണ്ടാവുക തന്നെ ചെയ്യുന്നു. So check up whether these things are in your own life. ആകയാൽ നിങ്ങളുടെ സ്വന്തം ജീവിതങ്ങളിൽ ഈ വിധമായ സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തുവിൻ. Next is despising the good things. അടുത്തതായി സൽഗുണ ദ്വേഷികളാകുന്നു. Anything you tell, you despise it, you don't appreciate it. എന്തൊരു കാരണം പറഞ്ഞു കാണിച്ചാലും അതിനെ നിന്ദിച്ച് തള്ളിക്കളയുന്നു, സ്വീകരിച്ച് അഭിനന്ദിക്കുകയില്ല. And that is the state of the world today. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതാകുന്നു. And traitors, that is a higher sin that we don't want to discuss it now. അടുത്തതായി ദ്രോഹികൾ, ഇത് ഒരു ഉയർന്ന വലിയ പാപമാകുന്നു, ഇപ്പോൾ നാം അത് ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. And hard when people with a head weight. അടുത്തതായി എന്നാൽ വലിയ തലക്കനമുള്ളവർ, ധാർഷ്ട്യക്കാർ. And then people who love themselves more than the love for God. തങ്ങളെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി തങ്ങളെ സ്നേഹിക്കുവാൻ വാഞ്ചിക്കുന്നവർ. Finally, that's the important point is അവസാനമായി പ്രധാനപ്പെട്ട ഒരു കാര്യം നാം കാണുന്നു. having a form of godliness but denying the power thereof. ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാകുന്നു, എന്നാലോ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമാകുന്നു. You have a form of godliness, but actually you are denying the power in that in the spiritual life. നിങ്ങളെ നോക്കിയാൽ ഭക്തിയുടെ വേഷം നിങ്ങൾക്കുണ്ടെന്നുള്ളത് വാസ്തവം, എന്നാൽ ആത്മീക ജീവിതത്തിൽ അത് മുഖേന ഉണ്ടാകുന്ന ദൈവശക്തിയെ നിങ്ങൾ ത്യജിക്കുന്നവരായി മാറിയിരിക്കുന്നു. Look at all the nominal Christian churches. എല്ലാ നാമധേയ സഭകളിലേക്കും ഒന്ന് കണ്ണോടിക്കുവിൻ. They have got a cathedral. അവർക്ക് ഒരു ദൈവാലയമുണ്ട്. And they have got colleges. അവർക്ക് ചില കോളേജുകളുമുണ്ട്. They have got hospitals. ചില ആശുപത്രികളുമുണ്ട്. They have got very beautiful organization. വളരെ മനോഹരമായ സംഘടനാ വ്യവസ്ഥിതികളും അവർക്കുണ്ട്. Bible colleges. വേദപുസ്തക കലാശാലകളുണ്ട്. Outwardly they have got a very good form of godliness. ബാഹ്യമായി പുറമെ നോക്കിയാൽ ഭക്തിയുടെ എല്ലാവിധ അടയാളങ്ങളും ഭംഗിയായി ഉണ്ട്. But in their day-to-day life they deny the power in that power. എന്നാൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കണ്ണോടിച്ചാൽ അവർ ആ ഭക്തിയിലുള്ള ദൈവശക്തിയെ ത്യജിക്കുന്നവരാകുന്നു. They don't believe in the life of faith. അവർക്ക് വിശ്വാസ ജീവിതത്തിൽ വിശ്വാസം ഇല്ല. They don't believe in the divine healing. ദൈവിക രോഗശാന്തിയെ അവർ വിശ്വസിക്കുന്നതില്ല. They don't believe that the Lord can
change their body when he comes. യേശു വെളിപ്പെടുന്ന നാഴികയിൽ തങ്ങളുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. But outwardly they got a very form of godliness. എന്നാൽ ബാഹ്യമായി നോക്കിയാലോ ഭക്തിയുടെ മനോഹരമായ വേഷം ഉണ്ടുതാനും. Now this sign is almost prevalent or happening in our own midst also. എന്നാൽ ഇപ്പോൾ നോക്കുക, ഈ അടയാളം ഏകദേശം നമ്മുടെ നടുവിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. We have got a form of godliness, but we deny the power thereof. നമുക്ക് നോക്കിയാൽ ഒരു ഭക്തിയുടെ വേഷമുണ്ട്, എന്നാലോ ശക്തിയെ നാമും ത്യജിക്കുന്നവരായി മാറുന്നു. Now when you take word power, നാം ശക്തി എന്നുള്ള ആ വാക്ക് എടുക്കുമ്പോൾ power is the heart of Christianity. ശക്തി എന്നതാണ് ക്രിസ്തീയതയുടെ ഹൃദയം. Now suppose, can you live without a heart even a few seconds? നിങ്ങൾക്ക് ഹൃദയം ഇല്ലെങ്കിൽ നൊടി നേരമെങ്കിലും ജീവിക്കുവാൻ കഴിയുമോ? You cannot. ഇല്ല. So the whole Christian life depends upon one important factor, power. ആകയാൽ ക്രിസ്തീയ ജീവിതം ആകമാനം ഒരേ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അത് ശക്തിയത്രേ. Now go through the whole Bible. ഇനി മുഴുവൻ വേദപുസ്തകത്തിലും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. Take one by one all the miracles and the power of the Lord. ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങളെയും ദൈവശക്തിയുടെ പ്രത്യക്ഷതകളെയും കുറിച്ചെടുക്കുക. You won't find anything called Bible now. അങ്ങനെയെങ്കിൽ വേദപുസ്തകം എന്ന് പറവാൻ തക്കവണ്ണം പിന്നെ ഒന്നും ശേഷിക്കുകയില്ല. The whole Bible and the whole Christian life centers on the word power. ആകയാൽ സത്യ വേദപുസ്തകം മുഴുവനും ക്രിസ്തീയ ജീവിതം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏക ബിന്ദു ശക്തിയത്രേ. In Romans 14 chapter 17th verse. റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. For the kingdom of God is not meat and drink, but righteousness and peace and joy in the Holy Ghost. That is the first aspect of the kingdom of God. ദൈവരാജ്യത്തിന്റെ ഒന്നാം ഭാഗം ഇതാകുന്നു. It's not meat and drink, it's righteousness, peace and joy in the Holy Spirit. അത് ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അനുഭവിക്കുന്നതത്രേ. On the other hand, മറുഭാഗത്തിൽ read 1 Corinthians 4 chapter verse 20. 1 കൊരിന്ത്യർ 4 അധ്യായം 20 വാക്യം വായിക്കാം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. For the kingdom of God is not in word but in power. Now the kingdom of God is not only in character but in power. ദൈവരാജ്യം സ്വഭാവത്തിൽ മാത്രം അല്ല, അത് ശക്തിയിലും കൂടെയാകുന്നു. In the early days of our mission, in the early days, നമ്മുടെ മിഷന്റെ പൂർവ്വ ദിനങ്ങളിൽ we only insisted on the character side of the gospel. സുവിശേഷത്തിന്റെ സ്വഭാവ വശത്തിൽ മാത്രമേ നാം ശ്രദ്ധ പതിപ്പിച്ചിരുന്നുള്ളൂ. We never encouraged people with the gifts and talent who could do miracles and other things. അത്ഭുതങ്ങളും മറ്റ് വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ കഴിയത്തക്ക വരങ്ങളും താലന്തുമുള്ള ആളുകളെ നാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. We encourage people to have the character. സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ നാം ജനങ്ങളെ ഉത്സാഹിപ്പിച്ചു. But later we understood, എന്നാൽ പിൽക്കാലങ്ങളിൽ നാം മനസ്സിലാക്കി, not only character, power also is very essential. സ്വഭാവം മാത്രം അല്ല, ശക്തി കൂടെയും അത്യന്ത അപേക്ഷിതമാകുന്നു. That's why we find now publicly we are calling people for healing services. അതുകൊണ്ടാകുന്നു ഇപ്പോൾ നാം രോഗശാന്തി ആരാധനകളിൽ സൗഖ്യം പ്രാപിച്ചവർ മുന്നോട്ട് വരുവാൻ പരസ്യമായി ആവശ്യപ്പെടുന്നത്. Early days that much, we will pray for the sick, we will never make a public announcement, come, you will be healed like that. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. നാം പൊതുവായി ഒന്ന് പ്രാർത്ഥിച്ചവരെ വിട്ടയക്കും, പരസ്യമായി നിങ്ങൾ വരിക സൗഖ്യമാകുമെന്ന് നാം ജനങ്ങളെ ആഹ്വാനം ചെയ്യുമായിരുന്നില്ല. So in the kingdom of God you need the character, you need the power. ആകയാൽ ദൈവരാജ്യത്തിൽ സ്വഭാവം ഉണ്ട്, അവിടെ ശക്തിയും കൂടെ ഉണ്ട്. Now sometimes you may think when you only talk about power, you will lose the hope of its coming. ശക്തിയെക്കുറിച്ച് മാത്രമേ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുമെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. But it is not so. അങ്ങനെയല്ല. Read Romans 15 chapter. റോമാലേഖനം 15 അധ്യായം 13th verse. 13 വാക്യം വായിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. Now the God of hope fill you with all joy and peace in believing, that ye may abound in hope through the power of the Holy Ghost. Abound in hope through the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി തീരേണ്ടതിന്. Hope is the hope of the second coming. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രത്യാശ. Hope is the hope that your body will be transformed into glorious body. എന്റെ ഈ ശരീരം മഹത്വമേറിയ ശരീരമായി രൂപാന്തരപ്പെടുമെന്നുള്ള പ്രത്യാശയേറിയ പ്രത്യാശ. But that hope comes through the power of the Holy Spirit. എന്നാൽ ഈ പ്രത്യാശ വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടെ അത്രേ. So the more power you experience, the more hope you will get. ആകയാൽ എത്ര അധികം ശക്തി നിങ്ങൾ അനുഭവിക്കുന്നുവോ അത്രയ്ക്കും അധികം പ്രത്യാശയും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. So power is most important. ആകയാൽ ശക്തി വളരെ പ്രധാനപ്പെട്ടതാകുന്നു. In the year 1964, 1964 വർഷത്തിൽ when I went to Delhi, I was about to go to the Delhi Faith Home. ഞാൻ ഡൽഹിയിലെത്തി. ഡൽഹി വിശ്വാസ വീട്ടിലേക്ക് ഏകദേശം കടക്കാറായ സമയമായിരുന്നു. At that time I did not know much of the Hindi language. എനിക്ക് അന്ന് ഹിന്ദി ഭാഷയിൽ വലിയ അറിവൊന്നുമില്ല. It was dark and I had no way how to go there. ഇരുട്ടായി കഴിഞ്ഞ് വിശ്വാസ ഭവനത്തിലേക്കുള്ള വഴി എന്തെന്ന് എനിക്ക് അറിവില്ല. And I was going round and round. ഞാൻ ചുറ്റി നടന്നുകൊണ്ടിരുന്നു. Finally I saw some place, it was like a road. അവസാനമായി റോഡ് പോലെ ഒരു സ്ഥലം ഞാൻ കണ്ടു. So I got down. ഞാൻ അതിലൂടെ താഴേക്ക് ഇറങ്ങി. When I got down, it was a stream of water. ഞാൻ താഴെ ഇറങ്ങി ചെന്നപ്പോൾ അത് ഒരു നീരോടയായിരുന്നു. I did not know where to go. എനിക്ക് എവിടേക്ക് പോകണമെന്ന് അറിയില്ലായിരുന്നു. Lord, take me to the faith home. കർത്താവേ, എന്നെ വിശ്വാസ ഭവനത്തിലേക്ക് കൊണ്ടുചെല്ലണമേ. You believe it or not, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും within a few seconds ചില നിമിഷങ്ങൾക്കകം I was standing before the faith home. ഞാൻ വിശ്വാസ ഭവനത്തിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. Whether angels carried me, whether something happened, I did not know. മറ്റെന്തെങ്കിലും സംഭവിച്ചുവോ അതോ ദൈവദൂതന്മാർ എന്നെ എടുത്തുകൊണ്ട് പോയോ ഞാൻ അറിയുന്നില്ല. But that's the power of God. എന്നാൽ അത് ദൈവശക്തി ആയിരുന്നു. So dear brother, dear sister, ആകയാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, when the power of God begin to operate in your life, ദൈവശക്തി നിങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുവാൻ തുടങ്ങുമ്പോൾ your hope is increased. പ്രത്യാശ വർദ്ധിക്കുന്നു. The more power, more hope. എത്ര അധികം ശക്തിയോ അത്രയ്ക്കും അധികം പ്രത്യാശ. So that is why a powerless gospel is a spineless gospel. അതുകൊണ്ടാകുന്നു ശക്തിയേറ്റ സുവിശേഷം നട്ടെല്ലില്ലാത്ത സുവിശേഷം അത്രേ. So if we have a form of godliness and deny the power thereof, then we are entering into the one of the important signs of the last days. ആകയാൽ ഭക്തിയുടെ വേഷം നിങ്ങൾക്കുണ്ടാവുകയും അതിന്റെ ശക്തിയെ നിങ്ങൾ ത്യജിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. Now two questions are there. ഇനി രണ്ട് ചോദ്യങ്ങൾ. What is the source of the power? ഈ ശക്തിയുടെ പ്രഭവ കേന്ദ്രം, ഉത്ഭവം എന്ത്? ഉറവ ഏത്? What is the secret of this power? ഈ ശക്തിയുടെ രഹസ്യം എന്ത്? How do we get this power? ഈ ശക്തി നമുക്ക് എങ്ങനെ ലഭ്യമാകുന്നു? Read Psalm 62, Isaiah 62, യെശയ്യാവ് 62 അധ്യായം verse 11. 11 വാക്യം. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന് സീയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. Behold, the Lord hath proclaimed unto the end of the world, say ye to the daughter of Zion, behold thy salvation cometh, behold his reward is with him. I'm sorry, it is Psalm 62 verse 11. 62 സങ്കീർത്തനം 11 വാക്യം. Psalm 62 verse 11. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. God hath spoken once, twice have I heard this, that power belongeth unto God. Power belongs to God. ബലം ദൈവത്തിന് ഉള്ളത്. Revelation 19 chapter verse 1. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 1 വാക്യം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് ഉള്ളത്. And after these things I heard a great voice of much people in heaven saying, Alleluia, salvation and glory and honor and power unto the Lord our God. And 1 Timothy 6 chapter 16th verse. 1 തിമോഥെയോസ് 6 അധ്യായത്തിന്റെ 16 വാക്യം. കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. Who only hath immortality, dwelling in the light which no man can approach unto,
whom no man hath seen nor can see, to whom be honor and power everlasting. Amen. Only God, the power belongs to God alone. ദൈവത്തിന് ബലം ദൈവത്തിന് മാത്രം സ്വന്തമായതാകുന്നു. So if any church or any organization, any group deny the power in the gospel message, ആകയാൽ ഏതെങ്കിലും സഭയോ സംഘടനയോ മറ്റേതെങ്കിലും ഭാഗങ്ങളായിരുന്നാലും ശരി, സുവിശേഷത്തിലെ ശക്തിയെ അവർ ആരെങ്കിലും നിരസിക്കുന്നുവെങ്കിൽ they are denying the very truth of God. അവർ ദൈവത്തിന്റെ സാക്ഷാൽ സത്യം നിരസിക്കുകയത്രേ. If you deny the power, you are denying God. ശക്തിയെ നിരസിക്കുന്നെങ്കിലോ നിങ്ങൾ നിരസിക്കുന്നത് ദൈവത്തെയാകുന്നു. So power belongs to God. ആകയാൽ ശക്തി ദൈവത്തിന് ഉള്ളത്. So this power God gives you when you receive the baptism of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുമ്പോൾ ഈ ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുന്നു. Read 2 verses. 2 വാക്യങ്ങൾ വായിക്കാം. Acts of the Apostle, 1st chapter, 8th verse. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. And Luke's Gospel, 24 verse 49. ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം കൂടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. But ye shall receive power after that the Holy Ghost is come upon you, and ye shall be witnesses unto me both in Jerusalem and in all Judea and in Samaria and unto the uttermost part of the earth. That word power in original language, dynamite, dunamis. ഇവിടെ ഈ ശക്തി എന്നുള്ള ആ വാക്കിന് മൂലഭാഷയിൽ നാം കാണുന്ന പദം അതൊരു ആണവ ശക്തി എന്നാകുന്നു. That is, when you receive the baptism of the Holy Spirit, you receive a dunamis or a dynamite power. അതായത് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുന്ന വേളയിൽ ആണവ ശക്തിക്ക് തുല്യമായ ഒരു അത്യന്ത ശക്തിയെ നിങ്ങൾ സ്വന്തമാക്കുകയാകുന്നു. Now read 24th chapter, Luke 24:49. ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം കൂടെ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. And behold, I send the promise of my Father upon you, but tarry ye in the city of Jerusalem until ye be endued with power from on high. The word endue means putting on a garment. ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം ധരിക്കുക എന്ന് അർത്ഥം. Jesus told his disciples, ശിഷ്യന്മാരെ നോക്കി യേശു അരുളി ചെയ്തു, wait in Jerusalem till you receive a special garment from heaven. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഒരു വിശേഷമായ വസ്ത്രത്തെ പ്രാപിക്കുന്നത് വരെയും നഗരത്തിൽ കാത്തിരിക്കുവിൻ. What is that garment? ആ വസ്ത്രം എന്ത്? Garment of power. ശക്തിയുടെ വസ്ത്രമത്രേ. Why he told like that? എന്തുകൊണ്ട് യേശു അങ്ങനെ അരുളി ചെയ്തു? When Jesus was arrested and taken for crucified, യേശുവിനെ തടവിലാക്കി ക്രൂശിക്കുവാൻ കൊണ്ടുപോയ വേളയിൽ most of the disciples ran away. ശിഷ്യന്മാർ ഏറെക്കുറെ എല്ലാവരും ഓടിപ്പോയി. Except John, almost all the people ran away. യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ വിട്ട് ഓടിക്കളഞ്ഞു. So in one sense, they became naked. അങ്ങനെയെങ്കിൽ ഒരർത്ഥത്തിൽ അവർ നഗ്നരായി തീർന്നുവെന്ന് അർത്ഥം. They had no power to stand when Jesus was arrested. യേശുവിനെ തടവിലാക്കിയ വേളയിൽ അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ബലം അവർക്കുണ്ടായില്ല. So Jesus told, അതുകൊണ്ട് യേശു പറഞ്ഞു, don't go away from Jerusalem. നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങി പോകേണ്ട. Wait in Jerusalem till you put on the garment of power. നിങ്ങൾ ശക്തിയുടെ ആ വസ്ത്രം ധരിക്കുന്നത് വരെയും യെരൂശലേമിൽ തന്നെ കാത്തിരിക്കുവിൻ. Dear brother, dear sister, power belongs to God. പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, ശക്തി ദൈവത്തിന് സ്വന്തമായതാകുന്നു. And this power you receive it through the baptism of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മുഖേന ഈ ശക്തി നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു. What is this type of power? ആ ശക്തി എന്ത്? Read Romans 8 chapter 11th verse. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. But if the spirit of him that raised up Jesus from the dead dwell in you, he that raised up Christ from the dead shall also quicken your mortal bodies by the spirit that dwelleth in you. The Holy Spirit that you are received in your body നിങ്ങൾ ശരീരങ്ങളിൽ പ്രാപിച്ചിരിക്കുന്നതായ പരിശുദ്ധാത്മാവ് makes you to clap your hands, makes you to jump, makes you to what you call shout, makes you to move about with a very what you call power.
നിങ്ങൾ ശക്തി നിറഞ്ഞവരായ കൈകൾ അടിക്കുവാനും തുള്ളി ചാടുവാനും ചുറ്റുമായി നൃത്തം ചെയ്യുവാനും ഒക്കെയും നിങ്ങളെ സഹായിക്കുന്നു. But that is only one aspect. അത് ഒരു ഭാഗം മാത്രം. The power that you have received, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ശക്തി, it's a power that raised up Jesus Christ from the dead. അത് യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്നും ഉയർപ്പിച്ചതായ ശക്തിയാകുന്നു. What a great power it is. അങ്ങനെയെങ്കിൽ അത് എത്ര വലുതായ ശക്തിയാകുന്നു. Dear child of God, without this power you and I can never continue to live a victorious life. പ്രിയ ദൈവ പൈതലേ, ഈ ശക്തി നിങ്ങൾ ധരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാളും ഒരു ജയജീവിതം നയിക്കുവാൻ സാധ്യമാവുകയില്ല. So until and unless you receive the Holy Spirit, you cannot have this power. ആകയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ശക്തിയെക്കുറിച്ച് സംസാരിക്കുവാനും കഴിയില്ല. How many of you really received the baptism of the Holy Spirit? നിങ്ങളിൽ എത്ര പേരാകുന്നു വാസ്തവമായിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചിരിക്കുന്നവർ? How many can speak very freely in tongues? സ്വാതന്ത്ര്യമായ ആത്മനിറവിൽ അന്യഭാഷകളിൽ എത്ര പേർക്ക് ഭംഗിയായി സംസാരിക്കുവാൻ കഴിയുന്നു? Those who have received the baptism of the Holy Spirit and are able to speak in tongues, kindly put up a right hand and say hallelujah. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവരും അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്നവരുമായ ദൈവമക്കൾ നിങ്ങളുടെ വലം കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയുവീൻ. Don't think it's an ordinary power. ഇത് വെറും ഒരു സാധാരണ ശക്തി എന്ന് ചിന്തിക്കരുത്. It's a power that raised up Jesus Christ from the dead. ഇത് മരിച്ചവർക്കിടയിൽ നിന്നും ക്രിസ്തു യേശുവിനെ ഉയർപ്പിച്ചതായ ശക്തിയത്രേ. What a blessed person you are. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാനായ വ്യക്തിയാകുന്നു. You may be a weak person, ഒരുപക്ഷെ നിങ്ങൾ ബലഹീനനായ വ്യക്തിയാകാം. but the power in you is a greater power. എന്നാൽ നിങ്ങളിൽ ആവശ്യിക്കുന്ന ശക്തി അത് അത്യന്തം വലുതായ ശക്തിയത്രേ. Not only this power quickens your body. ഈ ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത് മാത്രം അല്ല. Read Ephesians 1st chapter 18 and 19 in English. I don't know how it comes in Malayalam. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ The eyes of your understanding being enlightened, that ye may know what is the hope of his calling, and what the riches of the glory of his inheritance in the saints, and what is the exceeding greatness of his power. Exceeding greatness of his power. To usward who believe, according to the working of his mighty power. 18-19 വാക്യം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Now this power you need to at the last moment when Jesus comes. യേശു വരുന്ന അന്ത്യ നിമിഷത്തിൽ ഈ ശക്തി നിങ്ങൾക്ക് ആവശ്യമാകുന്നു. In one split second your wild body has to be changed into glorious body. ഒരു നൊടിയിടയ്ക്കിടയിൽ നിങ്ങളുടെ താഴ്ചയുള്ള ശരീരം മഹത്വമേറിയ ശരീരമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കും. For that you need a great and exceeding power. അതിനായി അത്യന്തമായ അളവറ്റ ശക്തിയുടെ വ്യാപാരം നമുക്ക് ആവശ്യം. So without this power working now, you cannot be changed. Your body cannot be changed on that particular moment. ആകയാൽ ഇപ്പോൾ ഈ ശക്തിയുടെ വ്യാപാരം നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ആ പ്രത്യേക നൊടിക്ഷണത്തിൽ നിങ്ങൾക്ക് ഈ ശക്തിയെ അനുഭവിക്കുവാനോ രൂപാന്തരം പ്രാപിക്കുവാനോ കഴിയുകയില്ല. So power belongs to God. ആകയാൽ ബലം ദൈവത്തിന് ഉള്ളത്. Without this power, if you deny this power, you are denying the very existence of God. ഈ ബലം ഇല്ലെങ്കിൽ, ഈ ശക്തിയെ നിരസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ തന്നെ നിരസിക്കുന്നുവെന്ന് അർത്ഥം. And this power we receive through the baptism of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മുഖേന ഈ ശക്തി നാം പ്രാപിക്കുകയും ചെയ്യുന്നു. And when you really receive the baptism of the Holy Spirit, നിങ്ങൾ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ this power is the one that quickened and raised up Jesus Christ from the dead. ക്രിസ്തു യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാകുന്നു ഈ ശക്തി. And this power is going to work continually in your life. നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇതേ ശക്തി തുടർച്ചയായി നിരന്തരമായി വ്യാപരിക്കുവാനും പോകുന്നു. When Jesus comes, യേശു വെളിപ്പെടുമ്പോൾ in a split second your body will be transformed. ഒരു നൊടിയിടയ്ക്കിടയിൽ നിങ്ങളുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. So the source of the power is God himself. ആകയാൽ ഈ ശക്തിയുടെ ഉറവിടം, ഉത്ഭവസ്ഥാനം ദൈവം തന്നെയാകുന്നു. So don't think it is a power from a demon or any other source. It is from God
himself. ആകയാൽ ഇത് ഏതെങ്കിലും ഒരു പൈശാചികമായ ബാധയെന്നോ മറ്റേതെങ്കിലും അന്യമായ ശക്തിയെന്നോ ചിന്തിക്കേണ്ട. ഇത് സാക്ഷാൽ ദൈവത്തിൽ നിന്നും വരുന്ന ശക്തി തന്നെയാകുന്നു. Now what is the secret of this power? ഇനി ഈ ശക്തിയുടെ രഹസ്യം എന്ത്? Read Acts of the Apostles 3rd chapter 16th verse. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാം. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. And his name, through faith in his name, hath made this man strong, whom ye see and know. 40 years this man was in the beautiful gate and receiving alms from other people. ഈ മനുഷ്യൻ 40 സംവത്സരം സുന്ദരമായ ദൈവാലയ ഗോപുരത്തിങ്കൽ കിടന്ന് ഭിക്ഷ യാചിക്കുന്നവനായിരുന്നു. When Peter and John went into the temple, പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ he expected that he would give them some alms, some money. അവരും തനിക്ക് എന്തെങ്കിലും ഭിക്ഷ നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. But they told, silver and gold have we none. എന്നാൽ അവർ പറഞ്ഞതോ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, But we have got one thing. എന്നാൽ ഞങ്ങൾക്ക് ഒന്നുണ്ട്. In the name of Jesus Christ of Nazareth, ഈ നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ rise up and walk. എഴുന്നേറ്റ് നടക്കാം. This man walked. അവൻ നടന്നു, He leaped. അവൻ ചാടി, He praised God. അവൻ ദൈവത്തെ സ്തുതിച്ചു. People wonder what is the secret. ജനങ്ങൾ അന്തം വിട്ടുപോയി. രഹസ്യം എന്ത്? Peter and John told, പത്രോസും യോഹന്നാനും പറഞ്ഞു, you crucified Jesus Christ, ക്രിസ്തു യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു, but God raised him up. എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. And this man had faith on the risen Christ. ഈ മനുഷ്യന് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു യേശുവിൽ വിശ്വാസമുണ്ട്. And that faith made him to walk about. ആ വിശ്വാസമാകുന്നു അവനെ ഇപ്പോൾ നടക്കുമാറാക്കിയത്. Some years back we had a gospel meeting in Vijayawada. ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് വിജയവാഡയിൽ സുവിശേഷ യോഗങ്ങൾ ഉണ്ടായിരുന്നു. They arranged a big public ground. ഒരു പരസ്യമായ വലിയ മൈതാനം അവർ യോഗത്തിനായി ക്രമീകരിച്ചു. And they told, why you arrange, because hardly 500 people come, why you arrange a big maidan? കഷ്ടിച്ച് ആകെ 500 ആളുകൾ കൂടി വരുമായിരിക്കും, പിന്നെ എന്തിന് ഇത്രയ്ക്ക് വലിയൊരു മൈതാനം ഒരുക്കുന്നു എന്ന് അവർ ചോദിച്ചു. By faith they arranged the meeting. വിശ്വാസത്താൽ അവർ അവിടെ തന്നെ യോഗം ക്രമീകരിച്ചു. First day it was a small crowd. 1-ാം ദിവസം ഒരു ചെറിയ ജനക്കൂട്ടമായിരുന്നു. Second day there was a drizzling and rain, and one man was brought by 3 people. 2-ാം ദിവസം ഒരു ചെറിയ മഴച്ചാറൽ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ 3 പേർ ചേർന്ന് ചുമന്ന് അവിടേക്ക് കൊണ്ടുവന്നു. And pastor himself thought why they brought this man to this place. ഈ സ്ഥലത്തിലേക്ക് അവർ എന്തിന് ഇയാളെ കൊണ്ടുവന്നു എന്ന് പാസ്റ്റർ പോലും ചിന്തിച്ചു പോയി. He was brought there. തന്നെ അവിടെ അവർ കൊണ്ടുവന്നു. 4 years he never walked. 4 സംവത്സരമായി താൻ നടന്നിരുന്നില്ല. 1,60,000 rupees they had spent for medical treatment. തനിക്ക് വൈദ്യ ചികിത്സ നൽകുവാൻ വേണ്ടി 1,60,000 രൂപയോളം അവർ ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു. Since it was raining, we didn't have much singing. We straight away began to preach the gospel. മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ അധികമായി സംഗീതത്തിന് സമയം കൊടുക്കാതെ നേരെ സുവിശേഷ ഘോഷണത്തിലേക്ക് പ്രവേശിച്ചു. I spoke on John's 5th gospel, chapter 5th chapter. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തെ ആസ്പദമാക്കി അന്ന് ഞാൻ അവിടെ സംസാരിച്ചു. This man was listening to the word of God. ഈ മനുഷ്യൻ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. Suddenly he told the people who are, leave me, some power is working in my body. താൻ പെട്ടെന്ന് കൂടെ ഉള്ളവരോട് പറഞ്ഞു, എന്നെ വിടുവിൻ, എന്റെ ശരീരത്തിൽ ഇതാ ഏതോ ഒരു ശക്തി വ്യാപരിക്കുന്നു. After the message was over, ദൂത് കഴിഞ്ഞതിനു ശേഷം all the sick people were brought before the platform. രോഗികളെ ഒക്കെയും വേദിക്ക് മുൻപായി കൊണ്ടുവന്നു. Only one prayer was made. ആകെ ഏവർക്കും ചേർത്ത് പൊതുവായി ഒരു പ്രാർത്ഥനയേ ഉണ്ടായുള്ളൂ. Only one prayer. ഒരു പ്രാർത്ഥന. Remember, don't think that you can pray so many times and pray and expect the power of God. ഒത്തിരി പ്രാവശ്യം, ഏറെ പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ദൈവം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. If the time comes, even a small simple prayer will bring about a miracle. എന്നാൽ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കുക, നിർണായകമായ സമയമായി കഴിഞ്ഞാൽ ലഘുവായ ഒരു ചെറിയ പ്രാർത്ഥന മതി അത്ഭുതം സംഭവിച്ചു കഴിയും. Only one prayer. ഒരു പ്രാർത്ഥന മാത്രം. After the prayer, the pastor told all who are healed, come forward. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, സൗഖ്യമായവരെല്ലാവരും മുന്നോട്ട് വരിക. This man came. ഈ മനുഷ്യൻ മുന്നോട്ട് വന്നു. He walked and came up to the platform. താൻ നടന്നു വേദിയിലേക്ക് വന്നു. People were surprised. ജനങ്ങൾ അതിശയിച്ചു പോയി. And one worker told to
told him to kneel down. ഒരു ശുശ്രൂഷകൻ ആ വ്യക്തിയോട് മുട്ടുകുത്തുവാൻ ആവശ്യപ്പെട്ടു. I have not done it for 4 years. ഞാൻ 4 വർഷമായി അങ്ങനെ ചെയ്തിട്ടില്ല. Today you can do it. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. He knelt down. താൻ മുട്ടുകുത്തി. You know, next day, അടുത്ത ദിവസം we could not control the crowd. ഞങ്ങൾക്ക് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. Sunday we could not control at all. ഞായറാഴ്ചയിൽ അല്പം പോലെ നിയന്ത്രണം ഇല്ലാതെ പോയി. God's power, when it began to operate, people are really attracted. ദൈവശക്തി പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ വാസ്തവമായും ജനങ്ങൾ ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. It's only through faith. അത് വിശ്വാസത്താൽ മാത്രമത്രേ. If you want to experience the power, നിങ്ങൾ ശക്തി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ even tonight, ഇന്ന് രാത്രിയിൽ തന്നെ you can experience the miraculous power. നിങ്ങൾക്ക് അതിശയം പ്രവർത്തിക്കുന്ന ശക്തിയെ അനുഭവിക്കുവാൻ കഴിയും. Without the faith, you cannot experience the power. എന്നാൽ വിശ്വാസം ഇല്ലെങ്കിലോ ആ ശക്തി അനുഭവിക്കുവാൻ സാധ്യവുമല്ല. We may pray, നാം പ്രാർത്ഥിക്കാം, we may preach, ഞങ്ങൾ പ്രസംഗിച്ചേക്കാം, we may do every help to you, but if you don't have faith, you cannot experience the power. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തേക്കാമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ ശക്തി അനുഭവിക്കുവാനും കഴിയുകയില്ല. Now what is the secret of faith? ഇനി വിശ്വാസത്തിന്റെ രഹസ്യം എന്ത്? 1 Timothy 3rd chapter 9th verse. 1 തിമോഥെയോസ് 3-ാം അധ്യായം 9-ാം വാക്യം. Holding the mystery of the faith in a pure conscience. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. If you want to have that faith, ആ വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാകുന്നെങ്കിൽ you must have a pure conscience. നിങ്ങൾക്കൊരു ശുദ്ധ മനസാക്ഷി ഉണ്ടായിരിക്കണം. If there is any sin or hidden sin or unconfessed sin in your life, നിങ്ങളുടെ ജീവിതങ്ങളിൽ മറഞ്ഞിരിക്കുന്നതോ ഏറ്റു പറയപ്പെടാത്തതായ ഏതെങ്കിലും പാപം ഇനി ശേഷിക്കുന്നെങ്കിൽ you cannot exercise that faith. നിങ്ങൾക്ക് ആ വിശ്വാസം പ്രാവർത്തികമാക്കുവാൻ സാധ്യമല്ല. Today, as you are listening to the word of God, ഈ നാളിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ examine your own life. ജീവിതങ്ങളെ, സ്വന്തം ജീവിതങ്ങളെ ആരായുവിൻ. If there is any sin, unconfessed sin in your life, bring it to the presence of the Lord. ഏറ്റു പറയപ്പെടാത്തതായി ഏതെങ്കിലും ഒരു പാപം ഇനിയും ജീവിതങ്ങളിൽ ശേഷിക്കുന്നെങ്കിൽ അതിനെ ദൈവത്തിന്റെ മുൻപാകെ കൊണ്ടുവരുവിൻ. Read Hebrews 9 chapter 14th verse. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, purge your conscience from dead works to serve the living God? Without the blood of Jesus, your conscience can never be cleansed. യേശുവിന്റെ രക്തത്തെ കൂടാതെ നിങ്ങളുടെ മനസാക്ഷി ഒരു നാളും ശുദ്ധീകരിക്കപ്പെടുകയില്ല. Today, as we are going to enter into the real time of experience the power, ഇന്ന് നാം യഥാർത്ഥമായും ആ ശക്തിയെ അനുഭവിക്കുന്ന വേളയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തിൽ I don't believe only in teaching, I believe in the demonstration of the power of God. കാരണം ഞാൻ വെറുതെ പ്രബോധനത്തിൽ മാത്രം വിശ്വസിക്കുന്നില്ല, ദൈവശക്തിയുടെ പ്രത്യക്ഷമായ വ്യാപാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. Today you are going to experience the power. ഇന്ന് നിങ്ങൾ ആ ശക്തി അനുഭവിക്കുവാൻ പോകുന്നു. How many really want to experience the power? യഥാർത്ഥമായും ആ ശക്തിയെ അനുഭവിക്കാൻ വാഞ്ചിക്കുന്നവർ എത്ര പേർ? If you really want to experience that power, ആ ശക്തിയുടെ യഥാർത്ഥ വ്യാപാരം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ blood, you must have a testimony. My sins are all washed by the blood of Jesus. നിങ്ങൾക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം, എന്റെ എല്ലാ പാപങ്ങളും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. Just for a moment, close your eyes. ഒരു നിമിഷത്തേക്ക് കണ്ണുകളെ അടയ്ക്കുക. Look at the Lord. കർത്താവിനെ നോക്കുക. Look at the Lord who died on your behalf. നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനായ കർത്താവിലേക്ക് കണ്ണുയർത്തുക. That blood from Calvary is flowing even tonight. കാൽവരിയിൽ നിന്നുമുള്ള ആ രക്തം ഇന്ന് രാത്രിയിലും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. Whatever sin that you may hidden in your life, നിങ്ങളുടെ ജീവിതങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പാപം എന്തായിരുന്നാലും ശരി, Lord, wash me, Lord. കർത്താവേ എന്നെ കഴുകണമേ. Yes, once you were washed, അതെ, ഒരിക്കൽ നിങ്ങൾ കഴുകപ്പെട്ടു. but now എന്നാൽ ഇപ്പോൾ so many things have entered into your life. എത്രയോ കാര്യങ്ങൾ ജീവിതങ്ങളിൽ പ്രവേശിച്ചു കടന്നിരിക്കുന്നു. One thing that many of the people suffer today is ഇന്ന് അനേകം ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യം lie. ഭോഷ്കാകുന്നു. One small child of 7 years old told a lie one day. ഒരു ദിവസം 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ് ഒരു കള്ളം പറഞ്ഞു. That night she saw Jesus Christ crucified. ആ രാത്രി
ക്രൂശിക്കപ്പെട്ട യേശുവിനെ അവൾ കണ്ടു. Lord, why art thou crucified? കർത്താവേ, നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? My child, you told a lie. എന്റെ മകളെ, നീ ഇന്നൊരു കള്ളം പറഞ്ഞില്ലയോ? Lord, my lie has crucified. കർത്താവേ, എന്റെ കള്ളം നിന്നെ ക്രൂശിച്ചുവോ? Yes, your lie has crucified. അതെ, നീ പറഞ്ഞ കള്ളം എന്നെ ക്രൂശിച്ചിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവ പൈതലേ, examine your life. Almost we are in the end. We have entered 8 months and entered into 9th month. നാം ഈ സംവത്സരത്തിൽ 8 മാസങ്ങൾ തരണം ചെയ്ത് 9ാം മാസത്തിലേക്ക് 13 ഇരിക്കുന്നു. You take a paper and write out how many lies you spoke in your daytime. ഈ കഴിഞ്ഞുപോയ നാളുകളിൽ എത്ര കള്ളം പറഞ്ഞിരിക്കുന്നുവെന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ച് നോക്കുക. How many times you did wrong things in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തെറ്റായ കാര്യങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തിരിക്കുന്നു എന്ന് എഴുതി അറിയുക. Look at the Lord. കർത്താവിനെ നോക്കുക. Look at the Lord who's crucified. നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശുവിനെ നോക്കുക. Look at the blood that is flowing from Calvary. കാൽവരിയിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന തിരു രക്തത്തിങ്കിലേക്ക് കണ്ണുയർത്തുക. Let that blood cleanse you tonight through and through and through and through. ഇന്ന് രാത്രി വീണ്ടും വീണ്ടുമായി മുഴുവനുമായി അകമയും പുറമയുമായി ആ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. Without a real pure conscience you cannot exercise that faith. ഒരു ശുദ്ധമായ മനസാക്ഷിയെ കൂടാതെ നിങ്ങൾക്ക് ആ വിശ്വാസം പ്രാവർത്തികമാക്കുവാൻ സാധ്യമല്ല. കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. Down into our midst, Lord. Hallelujah. 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 Oh, Hallelujah. Hallelujah. When Jesus comes, യേശു വെളിപ്പെടുന്ന വേളയിൽ read Luke's chapter 18 chapter 8th verse. ലൂക്കോസിന്റെ സുവിശേഷം 18ാം അധ്യായം 8ാം വാക്യം വായിക്കാം. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. I tell you that he will avenge them speedily. Nevertheless, when the Son of Man cometh, shall he find faith on the earth? So when the Son of Man cometh, you won't find faith, a prevailing faith at that time. മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ അന്നവൻ ഭൂമിയിൽ നിലനിൽക്കുന്ന വിശ്വാസത്തെ കണ്ടെത്തുകയില്ല. One sister wanted a pair of chappals. ഒരു സഹോദരിക്ക് ഒരു ജോഡി ചെരുപ്പുകൾ വേണമായിരുന്നു. She went and told the pastor, I want money to buy a pair of chappals. എനിക്ക് ഒരു ജോഡി ചെരുപ്പുകൾ വാങ്ങുവാൻ പണം വേണം എന്ന് അവൾ പാസ്റ്ററിനെ സമീപിച്ചു പറഞ്ഞു. The pastor told, go and pray. പാസ്റ്റർ പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്കുക. She began to pray. അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 1 hour, 1 മണിക്കൂർ, 2 hours, 2 മണിക്കൂർ, 3 hours, 3 മണിക്കൂറായി, 4 hours, 4 മണിക്കൂറായി, 4.5 hours. 4.5 മണിക്കൂറായി. When she finished prayer, അവർ പ്രാർത്ഥന നിർത്തി. somebody came and gave her a pair of chappals. ആരോ വന്നു ഒരു ജോഡി ചെരുപ്പുകൾ അവളെ ഏൽപ്പിച്ചു. That is a prayer, prevailing prayer. ഇതാകുന്നു നിലനിൽക്കുന്ന പ്രബലമായ വിശ്വാസം. Today we want a push button. That button
switch on the button, you may get the faith like that. ഇന്ന് അവർക്ക് ബട്ടൺ പ്രവർത്തിക്കുന്ന രീതിയിൽ അങ്ങനെ വിശ്വാസത്തിന്റെ വ്യാപാരം കണ്ടെത്തുവാൻ വാഞ്ച. That is why Jesus told, അതുകൊണ്ടാകുന്നു യേശു പറഞ്ഞത്, when the Son of Man cometh, മനുഷ്യപുത്രൻ വരുമ്പോൾ will he find faith on this earth? അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? So you and I have to give an answer to that question. നിങ്ങളും ഞാനുമാകുന്നു യേശുവിനോട് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടവർ. Lord, when thou cometh, thou will find faith in my life. കർത്താവേ, നീ വെളിപ്പെടുമ്പോൾ എന്റെ ജീവിതത്തിൽ നീ വിശ്വാസം കണ്ടെത്തും. And through two ways you can express that faith. രണ്ട് വിധങ്ങളിൽ നിങ്ങൾക്ക് ഈ വിശ്വാസം അനുഭവിക്കുവാൻ കഴിയും. One is by standing for the divine healing. ഒന്ന്, ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിൽക്കുന്നതിൽ കൂടെ. Second, living by faith. രണ്ട്, വിശ്വാസത്താൽ ജീവിക്കുന്നതിൽ കൂടെ. These are the two arms by which you can reveal the power of God and the faith in your life. നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെയും വിശ്വാസത്തെയും പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന രണ്ടു കരങ്ങൾ നിങ്ങൾക്ക് ഇവയാകുന്നു. When you lose faith in the doctrine of divine healing, നിങ്ങൾക്ക് ദൈവിക രോഗശാന്തിയുടെ ഉപദേശത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, you may have the form of godliness but you are denying the power thereof. നിങ്ങൾക്ക് ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കാം, എന്നാലോ നിങ്ങൾ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറുന്നു. Doctrine of divine healing is not from us. ദൈവിക രോഗശാന്തിയുടെ ഉപദേശം അത് ഞങ്ങളിൽ നിന്നും ഉള്ളതല്ല. Read Exodus 15 chapter verse 26. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. And said, if thou wilt diligently hearken to the voice of the Lord thy God, and will do that which is right in his sight, and will give ear to his commandments, and keep all his statutes, I will put none of these diseases upon thee, which I have brought upon the Egyptians, for I am the Lord that healeth thee. For more than 400 years they were living in the land of Egypt. 400-ൽ പരം സംവത്സരങ്ങളായി ഈ ജനങ്ങൾ മിസ്രയീമിൽ ജീവിക്കുകയായിരുന്നു. Whenever they felt sick, they went to the magicians. അവർ എപ്പോഴെല്ലാം രോഗികളായി തീർന്നുവോ അവർ മന്ത്രവാദികളെ സമീപിച്ചു. Magicians were known as pharmas. മന്ത്രവാദികൾ ഫാർമാമാർ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്നു. From that word only pharmacy comes. അതിൽ നിന്നുമാകുന്നു ഫാർമസി എന്നുള്ള ഈ വാക്ക് നിലവിൽ വന്നത്. But after they crossed the Red Sea, എന്നാൽ ഇവർ ചെങ്കടൽ കടന്നതിനു ശേഷം there were no magicians. പിന്നീട് മന്ത്രവാദികൾ കൂടെയില്ല. Then God made a covenant with them. അപ്പോൾ അവരുമായി ദൈവം ഒരു നിയമം ചെയ്തു. He gave 4 conditions. കർത്താവ് 4 നിബന്ധനകൾ വെച്ചു. If thou diligently hearken to my voice, എന്റെ ശബ്ദം നീ ശ്രദ്ധയോടെ കേട്ടാൽ, and do that which is right in my sight, എനിക്ക് പ്രസാദമുള്ളത് നീ ചെയ്താൽ, and obey all my commandments, എന്റെ സകല കൽപ്പനകളും നീ അനുസരിച്ചാൽ, and also all my statutes, എന്റെ എല്ലാ വിധികളും നീ കൈക്കൊണ്ടാൽ, then I will not allow you to suffer to the sickness which others Egyptians suffered. ഞാൻ മറ്റുള്ളവർക്ക് മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികൾ നിനക്ക് വരുവാൻ സമ്മതിക്കുകയില്ല. Even if any sickness come in your midst, ഒരു പക്ഷേ ഏതെങ്കിലും രോഗം നിന്റെ നടുവിൽ ഉണ്ടായാൽ പോലും, I am the Lord that healeth you. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. So divine healing doctrine is based upon the divine covenant with the children of Israel. ആകയാൽ ഇസ്രായേൽ മക്കളുമായി ദൈവം ചെയ്ത സ്വർഗീയ ഉടമ്പടിയെ അടിസ്ഥാനമാക്കിയാകുന്നു ദൈവിക രോഗശാന്തിയുടെ ഉപദേശം നിലവിൽ വന്നത്. When Jesus died on the cross, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ, according to Isaiah 53:4 and 5, യെശയ്യാവ് 53-ന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ പ്രകാരം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. Surely he hath borne our griefs and carried our sorrows, yet we did esteem him stricken, smitten of God and afflicted. But he was wounded for our transgressions, he was bruised for our iniquities. The chastisement of our peace was upon him, and with his stripes we are healed. griefs and sorrows, ദുഃഖങ്ങളും വേദനകളും, that
in the original word, sicknesses it seems. മൂലഭാഷയിൽ അത് രോഗം എന്നാകുന്നു, രോഗങ്ങൾ എന്നാകുന്നു. So when Jesus died, ആകയാൽ യേശു മരിച്ചപ്പോൾ he not only bore your sins, he bore your griefs and sorrows or your sicknesses. അവൻ നിങ്ങളുടെ പാപങ്ങളെ മാത്രം അല്ല ചുമന്നത്, നിങ്ങളുടെ വേദനകളെയും ദുഃഖങ്ങളെയും അഥവാ നിങ്ങളുടെ രോഗങ്ങളെ എല്ലാം യേശു ചുമന്നിരിക്കുന്നു. That's why in Matthew's Gospel 8 chapter 17th verse, he took all your weaknesses and sicknesses. അതുകൊണ്ടാകുന്നു മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നുവെന്ന് എഴുതിയിരിക്കുന്നത്. In 1 Peter 2nd chapter verse 24 we read, 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം by വായിക്കുന്നു, his stripes you were healed. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. So the doctrine of divine healing is not from us, it is from the Lord himself. ആകയാൽ ദൈവിക രോഗശാന്തിയുടെ ഉപദേശം അത് ഞങ്ങളിൽ നിന്നും അല്ല, പ്രത്യുത സാക്ഷാൽ ദൈവത്തിൽ നിന്നും ഉള്ളതത്രേ. And Jesus paid the price on the when he offered himself as an atonement. അത് യേശുക്രിസ്തു ക്രൂശിൽ ഒരു പ്രായശ്ചിത്ത യാഗമായി സ്വയം സമർപ്പിച്ചപ്പോൾ നമുക്ക് വേണ്ടിയുള്ള മാറുവില കർത്താവ് ചെലുത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. The moment your sins are forgiven, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ക്ഷണത്തിൽ your sicknesses also will be healed. നിങ്ങളുടെ രോഗങ്ങൾ കൂടെയും സൗഖ്യമായി കഴിയും. That's why in Psalms 103 verse 3 we read, അതുകൊണ്ടാകുന്നു 103-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, he forgiveth all your iniquities അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, and healeth all your diseases. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. Most of the sickness has got a root in sin. രോഗങ്ങൾക്ക് അധികവും അവ വേർ കണ്ടെത്തുന്നത് പാപത്തിലാകുന്നു. We may not understand it, but there is some root in sin. നമുക്ക് ഒരുപക്ഷെ അത് മനസ്സിലാകുന്നില്ലായിരിക്കാം, എങ്കിലും രോഗത്തിന്റെ വേര് പാപത്തിലാകുന്നു. For example, blood pressure. ഉദാഹരണമായി രക്തസമ്മർദ്ദം. You may be very careful about certain food and so many things. നിങ്ങൾ രക്തസമ്മർദ്ദമുള്ള വ്യക്തിയെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും വളരെ ശ്രദ്ധ അർപ്പിച്ചു വരുന്നുണ്ടാകാം. But doctors say when you have an angry heart, you will have BP, blood pressure. എന്നാൽ നിങ്ങൾക്ക് കോപിക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകുമെന്നാകുന്നു ഡോക്ടർമാർ പറയുന്നത്. Now, if you have diabetics, ഇനി നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ, if you have got a deep sorrow in your heart, ഹൃദയത്തിൽ അഗാധമായ ദുഃഖം നിങ്ങൾ സംഗ്രഹിച്ചിരുന്നാൽ, a sorrow and anxiety which you cannot tell it to other people, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ദുഃഖവും ഉത്കണ്ഠയും നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, that sorrow opens the door for more sugar to come that place. ആ ദുഃഖം അധികമായ പഞ്ചസാര രക്തത്തിൽ കലരുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന കവാടമായി തീരുന്നു. So if you rejoice in your Lord, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ കർത്താവിൽ ദൈവത്തിൽ സന്തോഷിക്കുന്നുവെങ്കിൽ you can overcome diabetics. നിങ്ങൾക്ക് പ്രമേഹ രോഗത്തെ ജയിക്കാം. Now asthma, ഇനി ആസ്മ, you have got anger but you suppress that anger. നിങ്ങൾക്ക് കോപമുണ്ട്, എന്നാൽ ആ ഉള്ള കോപത്തെ നിങ്ങൾ അമർത്തി അടക്കി വെക്കുന്നു. Cancer, ഇനി അർബുദം, you have got some type of stress all the time, a burden in your heart. നിങ്ങൾക്ക് എപ്പോഴും ഏതോ ഒരു ഭാരം നിങ്ങളെ അമർത്തിക്കൊണ്ടിരിക്കുന്നു. It may be an unforgiving nature. അതൊരു പക്ഷേ ആരോടെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാത്ത സ്വഭാവമായിരിക്കാം. If you suffer due to skin disease, നിങ്ങൾക്ക് എന്തെങ്കിലും ത്വക്ക് രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, you have got inner what you call bitterness against somebody. നിങ്ങൾക്ക് ആരുടെയെങ്കിലും നേർക്ക് ആന്തരികമായ കയ്പ് നിങ്ങൾ ചരതിച്ചിരുന്നാൽ, These are all many important signs which the doctors are able to discover today. ഇന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്ന പ്രധാന രോഗലക്ഷണങ്ങളാകുന്നു ഇതൊക്കെയും. So when you really come to the presence of the Lord, ആകയാൽ യഥാർത്ഥമായും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, when your heart is free from all kinds of sin and sinful nature and instincts, സകലവിധമായ പാപങ്ങളെയും പാപ സ്വഭാവങ്ങളെയും അതിന്റെ പ്രേരകങ്ങളെയും വിട്ട് ഹൃദയം ദൈവത്തിന്റെ മുൻപാകെ തികച്ചും സ്വതന്ത്രമായി കാണപ്പെട്ടാൽ, you can experience the power of God. നിങ്ങൾക്ക് അപ്പോൾ അവിടെ ദൈവശക്തി അനുഭവിക്കാം. When Jesus came into the world, യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ, there was a woman for 18 long years, she could not lift up her head. 18 സംവത്സര കാലം നിവരുവാൻ കഴിയാതെ തല ഉയർത്താൻ കഴിയാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. Jesus touched her യേശു അവളെ തൊട്ടു, and healed her. അവളെ സൗഖ്യമാക്കി. In Luke's Gospel 13 chapter 16th verse, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ he told, യേശു പറഞ്ഞു, 18 long years she was under the captivity of Satan. 18 സംവത്സരമായി ഇവളോ സാത്താന്റെ ബന്ധനത്തിന് കീഴിലായിരുന്നു. So Jesus saw the sickness as a captivity of Satan. ആകയാൽ അവളെ ബാധിച്ച രോഗത്തെ യേശു കണ്ടത്
സാത്താന്റെ ബന്ധനമായിട്ടായിരുന്നു. In Matthew's Gospel 12th chapter, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 28 and 29 he told, 28-29 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, when a strong man controls your body, ഒരു ബലവാൻ നിങ്ങളുടെ ശരീരങ്ങളെ പിടിച്ച് അടക്കുന്നു വാഴുമ്പോൾ, that strong man must be first of all bound. ആദ്യം ആ ബലവാനെ പിടിച്ച് കെട്ടണം. When you bind that strong man, you will be released. ആ ബലവാനെ പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. In Luke's Gospel 4th chapter verse 39, ലൂക്കോസ് 4-39 വാക്യത്തിൽ Peter's mother-in-law was laid with fever. പത്രോസിന്റെ അമ്മാവിയമ്മ ജ്വരം ബാധിച്ച് കിടപ്പിലായിരുന്നു. He rebuked that fever. യേശു ആ ജ്വരത്തിന്റെ ആത്മാവിനെ ഭർഷിച്ചു. When he rebuked the fever, she got up. അവൻ ശാസിച്ച ഉടനെ അവൾ എഴുന്നേറ്റു. Matthew's Gospel 10th chapter verse 1. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. And when he had called unto him his 12 disciples, he gave them power against unclean spirits, to cast them out and to heal all manner of sickness and all manner of disease. Now he gave them a power and authority, അവൻ അവർക്ക് ഒരു ശക്തിയും അധികാരവും നൽകി, and so that they may cure and cast out the devils. ഭൂതങ്ങളെ പുറത്താക്കുവാനും വ്യാധികളെ സൗഖ്യമാക്കുവാനും അത്രേ. When he was going to Bethania, യേശു ബെഥാനിയിലേക്ക് പോകുമ്പോൾ, from Bethania to Jerusalem, ബെഥാനിയിൽ നിന്നും യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ he saw a fig tree ഒരു അത്തിവൃക്ഷം യേശു കണ്ടു. full of leaves, ഇല നിറയെ ഉണ്ടായിരുന്നു, and there was no fruit. ഫലമൊന്നുമില്ലായിരുന്നു. Jesus rebuked it, cursed it. യേശു ആ മരത്തെ ശപിച്ചു. And next day when they were coming back, പിറ്റേന്നാൾ അവർ മടങ്ങി വരുമ്പോൾ that fig tree was dried up from the root. അത്തി വേരോടെ ഉണങ്ങിപ്പോയിരുന്നു. Disciples were surprised. ശിഷ്യന്മാർ അതിശയിച്ചു പോയി. In the year 2007, 2007 വർഷത്തിൽ when I was suffering due to the leg problem, എന്റെ കാലിലുണ്ടായ മുറിവ് നിമിത്തമായി ഞാൻ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ, people never expected that I would be able to stand up and preach. എനിക്ക് ഇനിയും ഒരിക്കൽ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവാനോ ഞാൻ ഇനിയും പ്രസംഗിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. That night, ആ രാത്രി I was praying, but I did not know it, but I was praying it since. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്നാൽ എനിക്കത് അറിയില്ലായിരുന്നു. മറ്റുള്ളവർ അതറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതായി അവർ കണ്ടു. In that prayer, ആ പ്രാർത്ഥനയിൽ, Lord, as thou cursed the fig tree, കർത്താവേ, നീ അന്ന് ആ അത്തിവൃക്ഷത്തെ ശപിച്ചതുപോലെ curse this root of my sickness. എന്റെ രോഗത്തിന്റെ ഈ വേരിനെയും ശപിക്കണമേ. It must be dried up. അതിന്ന് ഉണങ്ങിപ്പോകണം. I myself did not know, but I was praying like that. ഞാനത് അറിഞ്ഞില്ല, പക്ഷെ ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. God did the miracle. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. That same God, the Lord, is in our midst tonight. അതേ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇവിടെയുമുണ്ട്. In Matthew's Gospel 10th chapter verse 1 we saw മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കണ്ടു, that authority which he had gave to the disciples. ശിഷ്യന്മാർക്ക് യേശു അന്ന് നൽകിയ ആ അധികാരം Today we are going to exercise that authority as we are the servants of God. ദൈവ ശുശ്രൂഷകരായി ഞങ്ങൾ ഇന്ന് ആ അധികാരം ചെലുത്തുവാൻ പോകുന്നു. And you are going to experience the power in your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഈ രാത്രി ആ ശക്തി അനുഭവിക്കുവാനും പോകുന്നു. As we are entering into the hall, ഞങ്ങൾ ഹാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ suddenly the Lord told, പെട്ടെന്ന് കർത്താവ് സംസാരിച്ചു, today I will send an anointing. ഇന്ന് ഞാൻ ഒരു അഭിഷേകത്തെ അയക്കും. In that anointing, ആ അഭിഷേകത്തിന് all the bindings will be broken. സകല ബന്ധനങ്ങളും തകർക്കപ്പെടും. Today close your eyes. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കുവിൻ. Whatever type of binding that you are in your life, നിങ്ങളുടെ ജീവിതങ്ങളിൽ കുടികൊള്ളുന്ന ബന്ധനങ്ങൾ എന്തെല്ലാം ആയിരുന്നാലും ശരി, remember, brother, sister, സഹോദര സഹോദരിയെ ഇത് ഓർത്തുകൊള്ളുക. get ready for the coming of the Lord. കർത്താവിന്റെ വരവിന് ഒരുങ്ങുവാൻ വേണ്ടി If you don't experience the divine power working in your body, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ ദൈവ ശക്തിയുടെ വ്യാപാരം നിങ്ങൾ അനുഭവിക്കാതെ പോയാൽ, how can you experience that power when Jesus comes? യേശുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ശക്തി അന്ന് അനുഭവിക്കുവാൻ കഴിയും? Many of you are unable to stand for divine healing in the past days. നിങ്ങൾക്ക് കഴിഞ്ഞുപോയ നാളുകളിൽ അനേകർക്കും ദൈവിക രോഗശാന്തിക്കായി നിൽക്കുവാൻ കഴിഞ്ഞില്ല. You had a form of godliness, നിങ്ങൾക്ക് ഭക്തിയുടെ ഒരു വേഷം ഉണ്ടായിരുന്നു, but you are continually denying the power thereof. എന്നാൽ തുടർച്ചയായി അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായി ജീവിച്ചുകൊണ്ടിരുന്നു. But today,
എന്നാൽ ഈ നാളിൽ how many want to make a new decision? ഒരു പുതിയ തീരുമാനം ചെയ്യുവാൻ വാഞ്ചിക്കുന്നവർ എത്ര പേർ? I don't want the form of godliness. എനിക്ക് നീ ഭക്തിയുടെ വേഷമേ വേണ്ട. I want to stand for the divine power. ഞാൻ ദൈവിക ശക്തിക്ക് വേണ്ടി നിലകൊള്ളുവാൻ വാഞ്ചിക്കുന്നു. And those who want to make the decision, put up your right hand and say hallelujah. അപ്രകാരം തീരുമാനിക്കാൻ വാഞ്ചിക്കുന്നവർ വലതു കരത്തെ ഉയർത്തി ഹല്ലേലൂയ പറയുവിൻ. When you lift up your right hand, നിങ്ങൾ നിങ്ങളുടെ വലതു കരത്തെ ഉയർത്തിയ വേളയിൽ remember the Lord has seen it. ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ദൈവം ആ കരത്തെ കണ്ടിരിക്കുന്നു. Now we are going to rebuke it in the name of Jesus Christ of Nazareth. ഇപ്പോൾ നസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ഭക്ഷിക്കുവാൻ പോകുന്നു. Close your eyes. കണ്ണുകൾ അടയ്ക്കുവിൻ. Whatever type of sickness it may be, ആ രോഗം എന്തായിരുന്നാലും ശരി, whatever type of binding that you may have in your life, ബന്ധനം ഏതായിരുന്നാലും ശരി, in the all powerful name of Jesus Christ, ക്രിസ്തു യേശുവിന്റെ സർവ്വശക്തിയുള്ള നാമത്തിൽ I rebuke, ഞാൻ അതിനെ ഭക്ഷിക്കുന്നു. I rebuke, ഞാൻ അതിനെ ഭക്ഷിക്കുന്നു. I rebuke in the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഭക്ഷിക്കുന്നു. Chalabala batura turadaba, chalabala batura turadaba, viramakana batura, Bind on me with powers of God. mayana bala batura, Hallelujah. mayana batura, Bind on me viramakana with bala powers. batura. Hallelujah. 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 Shakti unde, unde, alpada shakti, Yesuve, napate, ശക്തി ഉണ്ട്, ഉണ്ട്, അത്ഭുത ശക്തി ഉണ്ട്, ശക്തി ഉണ്ട്, ഉണ്ട്, അത്ഭുത ശക്തി യേശുവേ, രക്തത്തെ ശക്തി ഉണ്ട്, ഉണ്ട്, അത്ഭുത ശക്തി ഉണ്ട്, ശക്തി ഉണ്ട്, അത്ഭുത ശക്തി യേശുവേ. Hallelujah. 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 Praise the Lord. Hallelujah. 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 sister, ആകയാൽ പ്രിയ സഹോദര പ്രിയ സഹോദരിയെ, if you have a form of godliness and deny the power thereof, you cannot get ready for the coming down. നിങ്ങൾ ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിന്റെ ശക്തി ത്യജിക്കുകയും ചെയ്യുന്നവരാകുന്നെങ്കിൽ നിങ്ങൾക്കും കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ സാധ്യമല്ല. Tonight you made a decision. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒരു തീരുമാനം ചെയ്തിരിക്കുന്നു. You yourself lifted up a right hand. നിങ്ങൾ സ്വയമായി നിങ്ങളുടെ വലതു കൈയെ ഉയർത്തി. I don't want a form of godliness. എനിക്കിനി ഭക്തിയുടെ വേഷമേ വേണ്ട. I want to stand for the divine power. ഞാൻ ദൈവിക ശക്തിക്കായി നിൽക്കുവാൻ വാഞ്ചിക്കുന്നു. And the Lord will never leave you halfway. ദൈവം ഒരു നാൾ നിങ്ങളെ മാർഗ്ഗമധ്യേ വിട്ടു പോയി കളയുകയില്ല. He will prepare you for his soon coming. തന്റെ ആസന്ന വരവിനായി ദൈവം നിങ്ങളെ ഒരുക്കുക തന്നെ ചെയ്യും. Hallelujah.
In Joel 3rd chapter 10th verse. യോവേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ Joel 3rd chapter 10th verse. Beat your plough showers into swords and your pruning hooks into spears. Let the weak say, I am strong. 3-ന്റെ 10-ാം വാക്യം. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. Let the weak say, I am strong. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. So let us all open our mouths and say, I am strong. നമുക്കെല്ലാവർക്കും വായ്കളെ തുറന്ന് പറയാം, അതേ ഞാൻ ബലമുള്ളവനാകുന്നു. I am strong. ഞാൻ ബലവാനാകുന്നു. I am strong. ഞാൻ ബലവാനാകുന്നു. I am healed. ഞാൻ സൗഖ്യമായി കഴിഞ്ഞു. Hallelujah. 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 So, if the church or individual keeps up this doctrine of divine healing in their life, ആകയാൽ ദൈവസഭയും വ്യക്തിപരമായി ഓരോ സഭാ അംഗവും ദൈവിക രോഗശാന്തിയുടെ ഉപദേശം തങ്ങളുടെ ജീവിതങ്ങളിൽ പരിപാലിച്ചു വരുന്നെങ്കിൽ he or she, the whole church can get ready for the coming of the Lord. സഹോദരൻ സഹോദരി ദൈവസഭ മുഴുവനുമായും കർത്താവിന്റെ വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. So if we lose we are unable to stand for the divine healing. ആകയാൽ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ Then you cannot get ready for the coming of the Lord. നിങ്ങൾക്ക് യേശുവിന്റെ വരവിനായി ഒരുങ്ങുവാനും കഴിയില്ല. So tonight God has spoken to you. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. The second area is the life of faith. ഇനി രണ്ടാമത്തെ ഭാഗം ഒരു വിശ്വാസ ജീവിതമാകുന്നു. That we will meditate tomorrow. നാളെ നമുക്കത് ധ്യാനിക്കാം. Because life of faith is the secret of our ministry. നമ്മുടെ ശുശ്രൂഷയുടെ രഹസ്യം തന്നെ വിശ്വാസ ജീവിതമാകുന്നു. And tomorrow, God willing, we will meditate on the prophetical sides, on the political sides, on the church sides, and negative and positive sides. ദൈവഹിതമാകുന്നെങ്കിൽ നമുക്ക് നാളെ സഭാകരമായ കാര്യങ്ങളെയും പ്രവചനപരമായ അംശങ്ങളെയും രാഷ്ട്രീയപരമായ ഭാഗങ്ങളെയും വിപരീത ഫലമുളവാക്കുന്ന അടയാളങ്ങളെയും അനുകൂലമായ ശുഭകരമായ ഫലമുളവാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം. So dear brother, dear sister, പ്രിയ സഹോദര പ്രിയ സഹോദരി, never deny the power thereof. ഒരിക്കലും അതിലെ ശക്തിയെ ത്യജിക്കരുതേ. The secret of our mission is standing for divine healing. നമ്മുടെ മിഷന്റെ രഹസ്യം തന്നെ ദൈവിക രോഗശാന്തിക്കായി നിൽക്കുന്ന അനുഭവമാകുന്നു. Let us stand boldly for the doctrine. നമുക്ക് ആ ഉപദേശത്തിനായി ധൈര്യമായി നിൽക്കാം. Whenever I began to speak on the divine healing, ഞാൻ ദൈവിക രോഗശാന്തിയെ കുറിച്ച് എപ്പോഴെല്ലാം സംസാരിക്കുവാൻ തുടങ്ങുന്നുവോ Satan used to attack my body very many. ഉടനെ സാത്താൻ എന്റെ ശരീരത്തെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. Sometimes you wonder, Lord, why I am going to speak on the truth, why I have suffered. ഞാൻ പലപ്പോഴും അതിശയിച്ചു ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഈ സത്യത്തെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് പ്രകാരം ശരീരത്തിൽ കഷ്ടം വരുന്നത് എന്തുകൊണ്ട്? Because the devil knows it's the truth of God. കാരണം പിശാചിനറിയാം ഈ പറയുന്ന സത്യം ഇത് ദൈവത്തിന്റെ സത്യമാകുന്നു. Today you heard the truth of God. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ആ സത്യം കേട്ടിരിക്കുന്നു. Let us stand firm and God will prepare you for his own coming. നമുക്ക് ഉറച്ചു നിൽക്കാം. തന്റെ ആസന്ന വരവിനായി ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കും. Let us praise God for giving the needed grace. നമുക്ക് അപ്രകാരം മതിയായ ദൈവകൃപ ദൈവം നൽകേണ്ടുന്നതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. കർത്താവെ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയാർ തിരുസന്നിധിയിൽ വന്ന സമയം മുതൽ ഇതുവരെയും നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. ഈ അന്ത്യനാളുകളിൽ കർത്താവെ, നിന്റെ വരവിനോട് അടുത്തു വന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ നാടുകൾക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം മന്നാതെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക സ്തോത്രം. ഇനി ഞങ്ങളുടെ മുൻപിൽ അല്പകാലം മാത്രമേ ഉള്ളൂവെന്ന് നീ വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവെ, ശേഷിച്ചിരിക്കുന്ന അല്പസമയത്തിൽ ഞങ്ങളെ തന്നെ ഒരുക്കി നിന്റെ വരവിനായി ഒരുങ്ങുവാൻ ആവശ്യമായ ആലോചനകൾ നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തിയുടെ വേഷത്തിൽ
ജീവിച്ച നാളുകളെല്ലാം അവസാനിപ്പിച്ച് ഭക്തിയുടെ ശക്തി ധരിച്ചവരായി, ദൈവശക്തിയിനാൽ നിറയപ്പെട്ടവരായി, ദൈവത്തിന്റെ ശക്തി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ ഓരോരുത്തർക്കും സഹായിക്കണമേ. എല്ലാ രോഗത്തിന്റെ ശക്തികളെയും നീ ശപിച്ചതിനായി സ്തോത്രം. രോഗത്തിന്റെ വേരുകളെല്ലാം ശപിക്കണമേ കർത്താവേ. പൂർണ്ണ സൗഖ്യത്തോടെ തിരുസന്നിധിയിൽ നിന്ന് പോകുവാൻ എല്ലാവർക്കും നീ സഹായിക്കണമേ. അയാൾ അന്ത്യനാളുകളിലേക്ക് വന്നിരിക്കുകയാണല്ലോ. തുടർന്ന് നീ ഞങ്ങളോട് ഇടപെടണമേ. നിന്റെ വരവിന് ആവശ്യമായ ആലോചനകളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. നിന്റെ ശക്തിയിലും വിശുദ്ധിയിലും നിലനിന്ന് എപ്പോഴും അങ്ങേ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. Now may the grace of the Lord, the love of God, and the sweet fellowship of the Holy Spirit may rest and abide with us until Jesus come in glory. Hallelujah. Hallelujah. Hallelujah.